പ്രജേതസ്സുകൾ ആ വെള്ളത്തിനുള്ളിൽ മുങ്ങി കടന്നിട്ട് അത്രേ എത്രയോ സംവത്സരങ്ങൾ തപസ് ചെയ്തത്. എന്നിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാ പറയുന്നത്. അപ്പോ ഈ ഗുരുവായൂര് ബൃഹസ്പതിയും ഗുരു, അതാണ് ദേവഗുരു. വായൂർ എന്താ? വായു എന്നാണ് വായു ഭഗവാനും വന്നു ഇങ്ങനെ ചോദിക്കുക, ഇവിടെ പ്രതിഷ്ഠിക്കുക. ഇത് അപ്പൊ പറയാ, മഹാദേവൻ ഞാൻ അങ്ങോട്ട് മമ്മിയൂർക്ക് പോയിക്കോളാം, ഇതാ ഇവിടെ തന്നെ പ്രതിഷ്ഠിച്ചോളൂ. അങ്ങനെയാ ഗുരുവായൂരിന്റെ ഐതിഹ്യം. അപ്പോ ആ ദേവതീർത്ഥത്തിൽ വരെ മഹാദേവന്റെ ചൈതന്യം എന്തെടുത്താലും ഏത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ കഥകളോട് ചേർത്ത് നമ്മളുടെ ഐതിഹ്യങ്ങളും തത്വങ്ങളും പറഞ്ഞു കൊടുക്കുക. കുട്ടിക്കിപ്പോ ചെറുതാവുമ്പോ ഗണേശ ദോഷനം പറഞ്ഞു കൊടുക്കുക. പക്ഷെ അത് പറയുന്നത് വലിയൊരു തത്വം. നമ്മുടെ ലളിതാ സഹസ്രനാമം ഉണ്ടല്ലോ, അതിൽ പറയുന്നുണ്ട് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, സ്വരൂപിണി. ഒരു ദിവസം ഈ മഹാദേവൻ കൈലാസത്തിൽ ഇരുന്നിട്ട് എന്താ ചെയ്യുന്നത് അറിയോ? ഇതന്നെ ചെയ്യുന്നത് സത്സംഗം. ഇപ്പൊ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്സംഗം. ശ്രീ പാർവതി ദേവി അവിടെ ഉണ്ട്, മുരുകൻ അവിടെ ഉണ്ട്, ഗണേശൻ അവിടെ ഉണ്ട്. ആ സമയത്ത് കുറെ മഹർഷീശ്വരന്മാര് 4 പുറം ഇരിക്കുന്നുണ്ട്. മഹാദേവൻ ശ്രീരാമന്റെ കഥ. അതാണ് മഹാദേവൻ എപ്പോഴും എന്താ പറഞ്ഞുകൊണ്ടിരിക്കണേ? രാമായണം എടുത്തു നോക്കൂ, ഉമാ മഹേശ്വര സംവാദം. ശ്രീ പാർവതി ദേവി ചോദിക്കുക, അങ്ങ് എപ്പോഴും എന്താ അങ്ങനെ ജപിച്ചോണ്ടിരിക്കണേ? എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരുമോ? കുറെ സമയം പറഞ്ഞു കൊടുത്തില്ല അത്ര. ഈ സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുത്ത രഹസ്യമൊക്കെ പൊളിയുന്നുള്ളതുകൊണ്ട് പറഞ്ഞു, അതെ ഒന്ന് പറഞ്ഞു തരുമോ? അപ്പൊ പറഞ്ഞു കൊടുത്തു അത്രേ, ഞാൻ രാമനാമം ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പൊ ചോദിച്ചു അത്ര, എന്താ ഈ രാമനാമത്തിന് ഇത്ര മഹിമ? അതാണ് രാമായണ മാസം വരുന്നത്. അപ്പൊ പറയാണ്, സഹസ്രനാമ തത്തുല്യം രാമനാമം വരാനനി. ഒരു രാമനാമം ചൊല്ലിയാൽ നിങ്ങൾ സഹസ്രനാമം ചൊല്ലുന്നതിന് തുല്യമായി. പക്ഷെ സാധാരണക്കാർക്കല്ല, അത് പണ്ഡിതന്മാർക്കാട്ടോ, മഹാദേവനെ പോലുള്ളവർക്കാ. അപ്പോ ഇങ്ങനെ സത്സംഗം കൂടി രാമകഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ആ സമയത്താണ് നാരായണ നാരായണ ആര് കയറി വന്നു? നാരദ മഹർഷി കയറി വന്നു. അപ്പൊ ഈ സത്സംഗമൊക്കെ കേട്ട് അവിടെ ഇരുന്നു. ഇവർക്ക് എവിടെ ഇരിക്കപ്പോഴത്തില്ല, ഈ ത്രിലോകങ്ങളിലും സച്ചിദാനന്ദം അനുഭവിച്ചുകൊണ്ട് വീണാപാണിയായി നാരായണ മന്ത്രം ജപിച്ച് അങ്ങനെ നടക്കുക. കാരണം എന്താണെന്നറിയോ? ഈ ഒരു വീട്ടിന്റെ ഉള്ളിൽ മാത്രം ഇങ്ങനെ ഇരുന്നാൽ എന്താ സുഖമുള്ളത്? റിച്ചുണ്ടാക്കുക, തിന്ന കടന്നുറങ്ങുക, റിച്ചുണ്ടാക്കുക, തിന്ന കടന്നുറങ്ങുക, അല്ലെ? ആകെ എന്താ സിറ്റ് ഔട്ട്. ഈ ഒരു ഇത് പശുവിനെ ഒരു കുറ്റി അടിച്ച് കെട്ടിയിട്ട് എന്താ പശുവിന്റെ അവസ്ഥ? അങ്ങനെ നിന്ന് തീരും. അതുപോലത്തെ ഒരു അവസ്ഥ. അപ്പൊ അതല്ല, ഒന്ന് പുറത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് സന്തോഷം. അതുപോലെ അപ്പൊ ഒന്ന് പുറത്തിറങ്ങി ലോകത്തൂടെയൊക്കെ യാത്ര ചെയ്തു, എല്ലാവരുടെ കാര്യങ്ങളും അറിഞ്ഞു. അവിടെ വന്നിട്ട് പറയാ, സത്സംഗമൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് നാളെ സത്സംഗം കൂടാം. എന്താ നാരദ മഹർഷി എന്തൊക്കെയാ വിശേഷം ചോദിച്ചപ്പോ, ഞാനേ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ? ഞാനൊരു പഴം കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ. നമ്മളാണെങ്കിൽ എന്താ പറയാ, ഏത് കുട്ടിക്ക് കൊടുക്കാനാ പറയാ? അത് മുറിച്ച് 2 ആൾക്കും കൊടുക്കൂ. നമ്മുടെ ഒരു തത്വം അത്രയേ ഉള്ളൂ. പക്ഷെ മഹാദേവൻ എന്താ, ആരാ ചോദിക്കുന്നത്? നാരദ മഹർഷി. മഹാദേവൻ എന്താ പറഞ്ഞെന്നോ? അർഹതയുള്ളവർക്ക് കൊടുത്തോളൂ. അപ്പോ ആർക്കാണ് കൂടുതൽ ജ്ഞാനശക്തി ഉള്ളത് അവർക്ക് കൊടുക്കാം. അത് താങ്കൾ തന്നെ പരീക്ഷിച്ചോളൂ. അങ്ങനെ ആ മാമ്പഴം കൊടുക്കാന്ന്. കുട്ടികളാണെങ്കിൽ ഓടി വരുമല്ലോ വല്ലതും കണ്ടാൽ. അവർക്ക് പിന്നെ ആ ഒരു, നമുക്കാണെങ്കിൽ നാണക്കട, ഈ മോശമല്ലേ ഇപ്പൊ ഈശ അങ്ങനെ തൂക്കിയിട്ടാ വരിക, അത് നമ്മളൊക്കെ തരാനാ ഉറപ്പാച്ചാൽ നമുക്ക് കാണാൻ ഭയങ്കര മടിയല്ലേ. അത് അതിലൊക്കെ തത്തുണ്ട് കേട്ടോ. ഒരു വീട്ടിലേക്കും അമ്പലത്തേക്കും പോകുമ്പോൾ കൈ വീശി പോകരുത്. കാരണം ഒരു വീട്ടിൽ പോയാൽ നമ്മളൊരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുന്നതാണ്. അപ്പോ അവൻ നമ്മൾ എന്തെങ്കിലും ഒന്നോട് കൊടുക്കുമ്പോൾ അതിന് കൊടുക്കൽ വാങ്ങൽ, അത് ഈ കടപ്പാടുകൾ വരുന്ന അതൊന്നും അറിയില്ല നമുക്ക്. ഒരു ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഒരു പിടി പൂക്കൾ, നിങ്ങൾ ഒരു ചെറിയ ചീന്തലയിൽ ഒരു 10 പൂക്കൾ, കൂവളപ്പൂവല്ലേ, കൂവളത്തിനൊക്കെ ഇല ഇഷ്ടം പോലെ ഉണ്ട്. കൂവളത്തിന്റെ ഇലയൊക്കെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ശിവായി ചിരിച്ചാൽ അത് മാത്രം മതി. നമ്മുടെ ഈ ഹൃദയമാകുന്ന പൂവ് അത് നമുക്ക് പറിച്ചെടുക്കാം. ആ പൂവിനെ പറിച്ചെടുത്ത് കൊണ്ടുവരാതെ മഹാദേവന്റെ തൃപ്പാധാരങ്ങളിൽ ലയിക്കാൻ കഴിയില്ല. അതിന് നമ്മുടെ കൈകൾ വേണം. അതിനാണ് ഈ കൈ കിട്ടിയിട്ടുള്ളത്. പൂക്കളെടുത്ത് അർച്ചനം ചെയ്യാനാണ് കൈകൾ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ മാതൃസമിതി ഉണ്ടാക്കി ആദ്യം അർച്ചന വയ്ക്കാറുള്ളത്. ഇനി ചോദിച്ചപ്പോ ഞാൻ പരീക്ഷിക്കാന്ന് പറഞ്ഞു. കുട്ടികൾ ഓടി വന്നു, എനിക്ക് മാർഷയെന്ന് പറഞ്ഞു. അവിടെ നിൽക്കൂ. ആർക്കാണ് ഈ ലോകം മുഴുവൻ ആദ്യം ചുറ്റി വരാൻ കഴിയുക അവർക്ക് ഈ പഴം തരാന്ന് പറഞ്ഞു. അപ്പോ കാർത്തികേയൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. മൂപ്പർക്ക് എന്താ വാഹനം? മയിലില്ലേ, മയിലിന്റെ പുറത്തങ്ങട് കേടി കടകടടാ മൂപ്പര് പറന്നങ്ങ് പോയി. അതേ സമയത്ത് ഗണേശന് കൊടവയറല്ലേ, ഓടാനൊന്നും വയ്യല്ലോ, ആളുള്ളത് എലിയാണ്, എലിന്റെ പുറത്ത് എങ്ങനെ ലോകം ചുറ്റാനാ? മൂപ്പര് ചിന്തിച്ചിട്ട് അമ്മയും അച്ഛനും ഇരിക്കുന്നുണ്ട്. അച്ഛനെയും അമ്മയും ഇങ്ങനെ ഒരു പ്രദക്ഷിണ വെച്ചുകൊണ്ട് വന്നു. അപ്പൊ മഹാദേവൻ ചോദിച്ചു, ഉണ്ണിഗണപതി പോണില്ലേ? നാരദ മഹർഷി പറഞ്ഞതൊന്നും കേട്ടില്ലേ? അപ്പൊ പറയാ, അതെ അച്ഛാ, ശിവചൈതന്യം ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നില്ലേ? ആ ഉണ്ട്. വീണ്ടും ഒരു പ്രദക്ഷിണം വെച്ചിങ്ങോട് വന്നു. ചോദിച്ചു, അച്ഛാ, ശ്രീ പാർവതിയും ശ്രീ പരമേശ്വരനും ലോകമാതാവും പിതാവുമല്ലേ? അതെ. പിന്നെ ഒരു പ്രദക്ഷിണം ചെയ്തുകൊണ്ട് വന്നു. എന്നിട്ട് ചോദിക്കുക, അമ്മ എന്ന് പറഞ്ഞാൽ ശ്രീ പാർവതി ദേവിയല്ലേ? അതെ. ഈ ശ്രീ പാർവതി അമ്മ എന്ന് പറഞ്ഞാൽ ഭൂമി ദേവിയല്ലേ? അതെ. അപ്പോ കൈ നീട്ടിയത്ര പഴം തന്നോളൂ. എന്ത്
മഹാദേവന് മനസ്സിലായി, വേഗം പഴങ്ങൾ കൊടുത്തു. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് ശിവചൈതന്യം. എല്ലാ ദേവന്മാരിലും ഏറ്റവും മുകളിലുള്ളതാണ് ശിവചൈതന്യം. അപ്പൊ പിന്നെ നമ്മളത് ആരാധിക്കണ്ടേ? ഇത്ര അടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അമ്പലം കിട്ടിയ, നമ്മളെ വീട് എത്ര ചെറുതാണെങ്കിലും വിരുന്ന് പോയാൽ അവിടെ എത്ര നേരം നിൽക്കുക? നമുക്ക് നമ്മുടെ വീടാണ് വലുത്, നമുക്കതാണ് സുഖം. അതുപോലെയാണ് അടുത്തുള്ള അമ്പലം, അത് നമ്മുടെ സ്വന്തം. നമ്മുടെ ഡ്യൂട്ടി, നമ്മുടെ കടമയാണ് ആ ദേവനെ പരിപാലിക്കേണ്ടതും ആരാധിക്കേണ്ടതും. അത് ചെയ്യാതെ വേറെ എന്ത് ചെയ്താലും ദുരിതങ്ങളെ ഉണ്ടാവുള്ളൂ. ഇവിടെ മൊത്തത്തിൽ ദുരിതമല്ലേ, നല്ലൊരു വഴി പോലും ഇല്ലല്ലോ. പണ്ടൊക്കെ രാജാക്കന്മാർ ആകെ റോഡാത്ര നേരേക്ക് ഇരുന്നത്. ഇപ്പൊ മന്ത്രിമാരൊന്നും കയറിയിട്ട് നമുക്ക് ഒരു ഗുണം കിട്ടണില്ല. കാരണം ദുരിതത്തിലാ. ഈ ദുരിതം തീരണമെങ്കിൽ നിങ്ങൾ നാമജപ സംസ്കാരത്തിലേക്ക് വരണം. ആ ക്ഷേത്രത്തില് ആഴ്ചയിൽ ശക്തിയുടെ ദിവസമായ വെള്ളിയാഴ്ചയെങ്കിലും ഈ ഒരു ക്ഷേത്രം സന്ദർശിക്കണം. ആചാര്യസ്വാമി 10 കൽപ്പനകളിൽ പറഞ്ഞു വെച്ചതാ. ഇപ്പൊ വെള്ളി നിങ്ങൾക്ക് വർക്കിംഗ് ഡേ ആണെങ്കിൽ ഞായറെടുത്തോളൂ, ഇത് രണ്ടും മറ്റുള്ളവരെടുത്തു, അത് വേറെ കാര്യം. നമ്മളൊന്നും എടുത്തില്ല, ഒക്കെ കൊടുക്കുകയാണ്. ഒന്നൊക്കെ വേണ്ട, ഇത് ആത്മീയതയും വേണ്ടാതെ അങ്ങനെ വരരുത്. പിന്നെ നാരദ മഹർഷി ഇത് കൊടുത്ത് ഗണേശൻ അത് സാപ്പിട്ടുകൊണ്ടിരിക്കുമ്പോ ആര് വന്നു? ഇയാള് രോഗം ചുറ്റി മുരുകൻ തിരിച്ചു വന്നു. അപ്പൊ ഇത് കണ്ടപ്പോ സങ്കടമായി. നാരദ മഹർഷിയുടെ മുഖത്തേക്ക് നോക്കി. അപ്പൊ മഹാദേവനാണ് ഉത്തരം പറഞ്ഞത്, ഉണ്ണി, നിന്റെ ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ നിനക്ക് ജ്ഞാനശക്തി ഉണ്ടായില്ല. എന്താ? ഇച്ഛ അത് കിട്ടണം എന്നുള്ള ആഗ്രഹം, ക്രിയ പോയി ഓടി വരണം എന്നുള്ള കർമ്മം. പക്ഷെ ജ്ഞാനം ബുദ്ധി പ്രകാശിപ്പിക്കണം. അതായത് വിദ്യ സർവസ്യ ഭൂഷണം. ഈ കഥ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പറയാ, ജ്ഞാനം നേടുക. എങ്ങനെയാ? കഴിയാവുന്ന അത്ര ജ്ഞാനം നേടുക. ഗുരു എന്നുള്ള എന്റെ ഓപ്പോസിറ്റ് ആണ് ലഘു. ഗുരു എന്ന് പറഞ്ഞാൽ കുറച്ച് കനമുള്ളതാ. ഇത്തിരി എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ ഞാൻ +1 +2 പഠിക്കുമ്പോൾ തുടങ്ങിയതാ ഭാഗവതത്തിന്റെ മുകളില്. 21 വയസ്സിൽ ഞാൻ ഇവിടെ വളപുരം എന്റെ പ്രഭാഷണം തുടങ്ങുന്നത് ഈ വളപുര ആശ്രമത്തിലാണ്. ഇപ്പോഴും ആശ്രമവും സ്വാമിയൊക്കെ അവിടെ. പിന്നെ കല്യാണം കഴിഞ്ഞ ഒരു ബ്രേക്ക് ആയതിനു ശേഷം എനിക്ക് കുട്ടി ഉണ്ടാവേണ്ടി വന്നു. എന്റെ മോനെയും മോളെയും ഞാൻ ഭഗവത്ഗീത പഠിപ്പിച്ചു. അവൻ വിദ്യാഭവനിലായിരുന്നു. ഭവൻസ് ടെസ്റ്റിലൊക്കെ അവന് ഫസ്റ്റ് കിട്ടും, A ഗ്രേഡും, ഗീത ചൊല്ലിയിട്ട്. എന്നിട്ട് ഇവിടെ ഈ ദേവകി കല്യാണ മണ്ഡപമുണ്ട് കൂർക്കപ്പറമ്പ്, ഇവിടെ അറിയുന്ന സ്ഥലങ്ങൾ തന്നെ. അവിടെ ഈ ഗീതാ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചപ്പോ ഒരു 10 മിനിറ്റ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് ഒരു പ്രഭാഷണം കൊടുത്തത്. അവിടെയാണ് എന്റെ രണ്ടാമത്തെ റീസ്റ്റാർട്ടിങ്ങിന് വേണ്ടി എന്റെ മക്കളിലൂടെ. എനിക്ക് മക്കള് മോശമാണെന്ന് പറയില്ലേ, അങ്ങനെയാണ് എനിക്ക്. പിന്നെ ഒരു അമ്പലങ്ങളിലും ഞാൻ അങ്ങോട്ട് പലരും എന്നോട് പറയും സിറ്റിംഗ് കാർഡ് അടിക്കാനൊക്കെ ഇതുവരെ ചെയ്തില്ല. ഇങ്ങോട്ട് അറിഞ്ഞ് എന്നെ വിളിച്ച അങ്ങോട്ട് കൊണ്ടുപോകാറ്. അത് മഹാദേവൻ തന്ന അനുഗ്രഹം. കാരണം ജ്ഞാനത്തിൽ നമ്മൾ ഉയർന്നു നിൽക്കണം. നമ്മളെപ്പോഴും ഉയർന്നു നിൽക്കാൻ ആഗ്രഹിക്കും. ഭക്തിയിൽ നമ്മൾ ഉയർന്നു നിൽക്കുക. ഭക്തിയിൽ ഉയർന്നു പോകുമ്പോൾ മഹാദേവൻ വിളിക്കും, ഇതാ ഇന്ന ഭാഗത്ത് കൂടെ ഒരു ശോഭ ടീച്ചർ പോകുന്നുണ്ട്, ഒന്ന് നിങ്ങൾ പോരട്ടെ. ഇത്രയേ ഉള്ളൂ. നമുക്ക് തോന്നും നമ്മളെ കൊണ്ട് ഇതിന് കഴിയില്ല എന്ന്. കണ്ണടച്ചിരുന്ന് 2.5-3.5 മണിക്കൂർ ഇത് പറയാൻ കഴിയുന്നു എങ്കിൽ ആരാ? മേധാ സൂക്തം എന്ന് പറഞ്ഞ സൂക്തണ്ട് വേദത്തില്. മേധയായി ബുദ്ധിയായി മഹാദേവൻ അങ്ങനെ വിളങ്ങുമ്പോ നമ്മുടെ നാവിൻ തുമ്പില് ഇങ്ങനെ നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കണേ. ആകെ ഒരു മാതൃസമിതി ഉണ്ടാക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഒരു പ്രഭാഷണം കൂടി അല്ലെങ്കിൽ എന്തേലും മനസ്സിലാവണ്ടേ കാര്യങ്ങള്. അപ്പോ ഇതിങ്ങനെ കേൾക്കുക, പറയാ. എന്താണോ? ഈശ്വര കഥകൾ പറയുന്നവനും കേൾക്കുന്നവനും മോക്ഷം. ഭക്തി ഉണ്ടാവുന്ന ഭക്തി ആദ്യം ഉണ്ടാവണം. പിന്നെ ഭക്തി ഉള്ളവൻ ജ്ഞാനം, വിവരണ്ടാവും. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി മഹാദേവന്റെ ക്ഷേത്രത്തിൽ ഈ അറിവുകൊണ്ട് അറിഞ്ഞ് ആരാധിക്കുമ്പോ നിങ്ങൾ ആ കാൽ അവിടെ എടുത്ത് വെക്കുമ്പോ തന്നെ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. രാവിലെ നിങ്ങൾ വന്ന് ഓം നമഃശിവായ പഞ്ചാക്ഷരി ജപിച്ച് ഈ പ്രദക്ഷിണം വെക്കുമ്പോ അവിടെ നമ്മൾ നിർത്തിയത്. ഈ പ്രദക്ഷിണത്തിന് തത്വങ്ങളുണ്ട്. ഒറ്റ പ്രദക്ഷിണവും വേണ്ടാത്തത് എവിടെയാ? പാമ്പുങ്കാവ് നോക്കിണ്ടാ. അത്രയും ശക്തിയാ. പാമ്പുന്നുള്ളതൊക്കെ കണ്ടിട്ടില്ലേ? നാഗങ്ങൾക്ക് അത്ര ശക്തിയാ. അവർക്ക് രൂപം വരെ മാറാൻ കഴിയുന്ന. നാഗങ്ങളും സർപ്പങ്ങളും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോ ഗീത ചൊല്ലുമ്പോണ്ട് ഞാൻ സർപ്പങ്ങളിൽ വാസുകിയും നാഗങ്ങളിൽ അനന്തനുമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരമ്മ ചോദിച്ചു, എന്താ അത് വ്യത്യാസം? അത്തി ഞങ്ങൾ ഉയർന്നവർക്ക് അങ്ങനെ ചോദിക്കാൻ കഴിയും. അപ്പൊ നാഗങ്ങൾ എന്ന് പറഞ്ഞാല് ഇപ്പോ അനന്തനാഗം എന്നാ പറയാ അല്ലെ? നാഗത്തറ. നമ്മൾ നാഗം കടിച്ചു മരിച്ചു പറയാറില്ലല്ലോ. സർപ്പദംശനേറ്റു മരിച്ചു എന്നല്ലേ പറയാ. വിഷമുള്ള പാമ്പുകളാണ് സർപ്പങ്ങൾ. നാഗങ്ങൾക്ക് വിഷമില്ല. മാത്രമല്ല ഒന്നിലധികം തല. അനന്തൻ, 1000 നാവുള്ള അനന്തൻ. അപ്പൊ 1000 തല വേണ്ടേ? അപ്പോ 5 തലയൊക്കെ ആയിട്ട് കണ്ടിട്ടില്ലേ നിങ്ങൾ ചിത്രങ്ങളില്? അപ്പൊ അങ്ങനെ വ്യത്യാസങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാം. ഈ സർപ്പക്കാവുകൾക്ക്, സർപ്പങ്ങൾക്ക് അത്രയും ശക്തിയുണ്ട് നാഗങ്ങൾക്ക്. അതുകൊണ്ട് അവിടെ പ്രദക്ഷിണം വെക്കരുത് എന്നാ. നീരൊന്നും പോയാൽ ശരിക്കും അവിടെ പ്രദക്ഷിണം വെക്കരുത്. ഇപ്പുറത്ത് നാഗത്തറ ഉണ്ട്. ഒറ്റ പ്രദക്ഷിണം ആർക്കാ കഴിക്കുക?
ഗണപതിക്ക് ഒറ്റ പ്രദക്ഷിണേ വേണ്ടു. കാരണം എല്ലാ ഗണങ്ങളുടെയും അധിപതിയാണ് ഗണപതി. അത് വേറൊരു കഥയുണ്ട്. മഹാദേവന് ശ്രീപാർവതി പ്രസവിക്കാതുണ്ടായ കുട്ടികളാണ് ഈ മുരുകനും ഗണപതി. ഇനി 3 പ്രദക്ഷിണ ആക്കാം മഹാദേവന്. മഹാദേവന് ഇങ്ങനെ 3/4 പ്രദക്ഷിണേ വേണ്ടു, എന്നിട്ട് തിരിച്ചു വരും. കാരണം എന്താണോ, ഈ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നമ്മുടെ കുണ്ടലിനി ശക്തി ബാക്ക് സൈഡിൽ നിന്നും ഉണർന്ന് നമ്മളുടെ ഈ നട്ടെല്ലിന്റെ കശേരുക്കളില് 6 യോഗാചക്രങ്ങളൊക്കെ അവിടെയാണ് വരുന്നത്. ഈ നാഡീ ഞരമ്പുകളിലൂടെ കയറി ഈ സഹസ്രാര പത്മത്തിലേക്ക് നമ്മുടെ ജീവൻ അങ്ങോട്ട് ഉയരും. അപ്പോ ഒരു പ്രദക്ഷിണം പൂർത്തിയാവുന്നു. ആ പ്രദക്ഷിണം പൂർത്തിയായി ഇവിടെ എത്തുമ്പോൾ വീണ്ടും അത് താഴ്ത്തിക്ക് ഇറങ്ങി അങ്ങനെയുണ്ട്. പക്ഷെ മഹാദേവന് 3/4 പ്രദക്ഷിണം ആവുമ്പോഴേക്കും ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അപ്പോ നമ്മൾ വീണ്ടും അവിടെ മുറിച്ച് കിടക്കുമ്പോൾ നമുക്ക് തലവേദന, അങ്ങനെ 1 ദിവസം 2 ദിവസം ചെയ്യുമ്പോൾ തലവേദന, ഛർദിയൊക്കെ ഉണ്ടാവുക. പിന്നെ മറ്റുള്ള ഓരോ മാരകമായ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ഓരോ രാജാക്കന്മാരുടെ കഥകൾ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. പിന്നെ തിരിച്ച് പ്രദക്ഷിണം അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ വന്ന് പൂർണ്ണ പ്രദക്ഷിണം ചെയ്യും. ഇങ്ങനെ 3 പ്രദക്ഷിണാണ് മഹാദേവന് വെക്കേണ്ടത്. ഈ 4 വിഷ്ണു ഭഗവതി ക്ഷേത്രങ്ങളില്, 5 അയ്യപ്പന്, 6 അറുമുഖന്. അറുമുഖന് അക്ഷരങ്ങൾ തന്നെ 6ആണ്. ശരവണഭവ 6 അക്ഷരം. ശരവണഭവായ നമ മുരുകക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അത് സുബ്രഹ്മണ്യ രായം എന്നാണ് അറിയപ്പെടുക. ഇതൊക്കെ അറിയണം. 7 പ്രദക്ഷിണം ആർക്കാണെന്നറിയോ? അരയാൽ വൃക്ഷത്തിനാ. ഒരു ക്ഷേത്രമാണെങ്കിൽ അവിടെ അരയാൽ വൃക്ഷം ഉണ്ടായിരിക്കും. ഇവിടെ ചിലപ്പോൾ നശിച്ചു പോയതാവോ ഉണ്ടോന്ന് എനിക്കറിയില്ല. ആ അരയാൽ വൃക്ഷവും തുളസി ചെടികളും പുറത്തു വിടുന്ന ഓക്സിജൻ ഉണ്ടല്ലോ, ഏറ്റവും പ്യുവർ ഓക്സിജനാണ്. ഇപ്പൊ ഡൽഹിയിലൊക്കെ ഓക്സിജൻ പാർലറുകളാണ്. പ്യുവർ ഓക്സിജൻ ശ്വസിക്കാൻ പൈസ കൊടുക്കുക. നമ്മുടെ കേരളത്തിൽ എത്രയോ കാവുകളുണ്ട്, എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. ഇത്രയുമുള്ള നമ്മൾ സമ്പന്നരാണ്. എന്നാലും നമുക്ക് ഒന്നും എടുക്കണ്ട, ഒന്നും വേണമെന്നില്ല. അപ്പൊ നമ്മൾ എത്ര 30 ദേവതകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഒന്നിനെ നമ്മുടെ ഉപാസനമൂർത്തി. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരനെ ചോദിച്ചാൽ ആരാ ഉപാസനമൂർത്തി ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല ടീച്ചറെ, എല്ലാം അമ്പലത്തിൽ പോകുന്ന പറയാ. ഉണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. ഒരു ഉപാസനാമൂർത്തി വേണം. ചിലർക്ക് മഹാദേവനോടാവും. ഇത്രയും അടുത്ത് നിങ്ങൾ ജനിച്ചത് തന്നെ എന്തുകൊണ്ടാ? കുറെ ജന്മങ്ങളിൽ, പൂർവ്വജന്മ സംസ്കാരങ്ങളിൽ നിന്നാണത്രേ നമുക്ക് ഇങ്ങനെ ഒരു ക്ഷേത്ര അന്തരീക്ഷത്തിൽ വന്നിരിക്കാനുള്ള ഒരു യോഗം കിട്ടുക. മഹാദേവന്റെ കഥകൾ അറിഞ്ഞ് ആരാധിക്കാനുള്ള ഒരു അവസരം കിട്ടുക. അപ്പൊ ഇത് നിങ്ങളുടെ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക. ഒന്നും വേണ്ട. ചിലർ പറയും ഒന്നും വായിക്കാൻ അറിയില്ല. വേണ്ട, ക്ഷേത്രത്തിൽ വരിക, അവിടെ ഇരുന്ന് ഓം നമഃശിവായ. ഓംകാരത്തിന്റെ പ്രത്യേകത എന്താണോ? ഓംകാരത്തിന് 64 അർത്ഥങ്ങളും 64 വ്യാഖ്യാനങ്ങളും ഉണ്ട്. ഈ ഓം കൂട്ടി ജപിക്കുമ്പോ ശക്തി കൂടുന്ന, ഇപ്പോ ഒരു ദാനം ചെയ്യുമ്പോ, ഒരു യജ്ഞം നടത്തുമ്പോ, ഒരു തപസ് ചെയ്യുമ്പോ ഓംകാരം കൂട്ടി ചെയ്യണം. നിങ്ങൾ എന്തെങ്കിലും ദാനധർമ്മം ചെയ്യുമ്പോ ഓം എന്ന് ജപിച്ചുകൊണ്ട് വേണം അത് കൊടുക്കാൻ. നമ്മൾ എന്തെല്ലാം ഭിക്ഷകൾ നൽകാറുണ്ട്, ചെയ്തിട്ടുണ്ടോ? അറിയില്ല. അറിവില്ലായ്മ കൊണ്ട് നഷ്ടപ്പെടുത്തി കളയരുത് ഇത്രയും വലിയ ഈ പാവനമായ മനുഷ്യജന്മ. മഹതോ വിനഷ്ടി. ഹേ മഹത്തുക്കളെ, ഇത്രയും നല്ല ഒരു ശരീരം, മനുഷ്യ ശരീരം കിട്ടിയിട്ട് അത് നശിപ്പിച്ച് കളയരുത്. മർത്യൻ എന്ന് പറഞ്ഞാൽ മരണമുള്ളവനാ. മനുഷ്യൻ എന്ന് പറഞ്ഞാലോ മനനം ചെയ്യാൻ കഴിവുള്ളവനാ മർത്യൻ. വിവേക ബുദ്ധിയുള്ളവനാ മനുഷ്യൻ. കാരണം ഈ ശരീരം 10 വർഷത്തിന് മുമ്പ് ഇങ്ങനെ ആയിരുന്നോ? അല്ല. 10 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെയാണോ? ഇങ്ങനെ ഒന്നും ഇരിക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ പറയും ഒരു കസേര മേശയൊക്കെ ആയിക്കോട്ടെ അല്ലേ, ഇവിടെ ഒന്നും മടങ്ങില്ല. അങ്ങനെ ഒരു അവസ്ഥ വരും. നമ്മുടെ ശരീരം നമ്മുടെ സ്വന്തമായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞത് കേൾക്കണില്ലല്ലോ. അസുഖങ്ങൾ വരുന്നില്ലേ? പലപ്പോഴും നമുക്ക് അസുഖങ്ങളാ. ഓരോരുത്തരുടെ വീട്ടിൽ ചെന്നാണ്ടല്ലോ മെഡിക്കൽ സ്റ്റോറാണ്. സർവ്വരോഗ നിവാരണ മന്ത്രം രാവിലെ അങ്ങോട്ട് ജപിക്കുക, ഒരു അസുഖങ്ങളും ഉണ്ടാവില്ല. ക്ഷീംഭ്രാന്തി സൂക്തം എന്നാ പറയാ ആചാര്യൻ. അതങ്ങനെ ജപിക്കുക. എന്നും രാവിലെ നിങ്ങൾ ഗായത്രി ജപിക്കുക. ഒരു ദിവസം 21 ഗായത്രി ജപിച്ചാൽ ആ വീടിന് വല്ലാത്തൊരു ഐശ്വര്യം വരുന്ന. ഇപ്പൊ എന്താ ചെയ്യാന്ന് പറയാ, ഇലക്ട്രിക് സാധനത്തിലാണ്ട് വെക്കും അല്ലെ, അതിരുന്ന് അങ്ങനെ പാടും. ഓം ബോർ നമ്മളെ പാട്ടിനങ്ങനെ പോകും. അങ്ങനെയല്ല, നമ്മൾ തന്നെ ജപിക്കണം. നാവ് കൂടാതെ ജാതന്മാരായതോ. ഉദാഹരണം തിരുമേനി ചോദിക്കുന്നുണ്ട്, നമ്മുടെ മലപ്പുറം ജില്ലയിൽ ജനിച്ച് ജീവിച്ച് നമുക്ക് ഈ വഴികാട്ടി തന്ന ഏറ്റവും ലളിതമായ ഭാഷയിൽ വേദമന്ത്രങ്ങളുടെ അർത്ഥം ലളിതമായി ജ്ഞാനപ്പാനയിൽ എഴുതി വെച്ച വ്യക്തി ആ പൂങ്കാനം. പക്ഷെ നമ്മളതെടുത്ത് വായിക്കുന്നില്ല. നമ്മളെ ഏറ്റവും ലളിതമായ ഗ്രന്ഥമായ ജ്ഞാനപ്പാന പോലും വായിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്തിനാ പിന്നെ ഹൈന്ദവനാന്ന് പറയുന്നത്? നമ്മുടെ ഗ്രന്ഥം അറിയാത്ത ആരുണ്ടായിരിക്കില്ല മറ്റു മതസ്ഥരില്. നമ്മളിലോ ഒന്നും അറിയില്ല. ഒരു നാമം ജപിക്കാൻ പറഞ്ഞാൽ അപ്പോഴും പറയും അറിയില്ല. ഈ അറിയില്ലാത്തതോ നമുക്കൊന്നും അറിയാതെ ഇങ്ങോട്ട് വരുന്നത് ക്ലീൻ സ്ലേറ്റ് ആണ്. പിന്നെ അമ്മയെ അക്ഷരം പഠിപ്പിക്കുക. എങ്ങനെയാ നമ്മളെ എഴുത്തിന് വെക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ കർമ്മം എഴുത്തിന് വെക്കാൻ കൊണ്ടുപോയി കഴിയുമ്പോ നമുക്ക് ആദ്യം മടിയിലിരുത്തി കൈയും കാലും ഒക്കെ ശുദ്ധാക്കിയിട്ട് ചൊല്ലിത്തരുന്നത് സരസ്വതി മന്ത്രം. സരസ്വതി മന്ത്രമാണ് ആദ്യം. 3 മന്ത്രങ്ങൾ കുട്ടികൾക്ക് അറിയണമെന്ന. സരസ്വതി മന്ത്രം എന്താ? സരസ്വതി നമസ്തുഭ്യം
വരദേ കാമരൂപിണി ആരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഇത് ആചാര്യൻ കുട്ടിയെ കേൾപ്പിച്ച് ചൊല്ലിക്കും. ചിലപ്പോൾ അതുവരെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അമ്മയാണ് എല്ലാം പറഞ്ഞു കൊടുക്കേ. അമ്മ നന്നായ ആ കുടുംബം നന്നായി, മാതൃസമിതി നന്നായ ആ ക്ഷേത്രം നന്നായി. സ്ത്രീയിലാണ് ശക്തി മുഴുവൻ കുടികൊള്ളുന്നത്. ആ ശക്തി ഇല്ലെങ്കിൽ ശിവൻ, ഞാൻ പറഞ്ഞില്ലേ, ശവം ആയി മാറുന്നു. ശിവന്റെ ശക്തിയാണ് പാർവതിയെങ്കിൽ ഓരോ വീടിന്റെയും ശക്തി ആ സ്ത്രീകളാ. അപ്പൊ സ്ത്രീ നന്നായ രാവിലെ നേരത്തെ നീട്ടു വിളക്ക് വെക്കുന്ന സംസ്കാരം, അത് നമ്മുടെ പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നാ. അപ്പോ ആ കുട്ടീനെ അവിടെ അങ്ങനെ ഇരുത്തി പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ആദ്യം ചൊല്ലിയ മന്ത്രല്ലേ, ദക്ഷിണാമൂർത്തി സ്തോത്രാണ്. ഗുരു ആണ് എല്ലാത്തിലും വലുത്, എല്ലാത്തിലും ഉയരങ്ങളിൽ നിൽക്കുന്നവനാ ഗുരു. അതുകൊണ്ടാണ് ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. എന്തുകൊണ്ടാ? ഗുരു ബ്രഹ്മാവാകുന്നു, ഗുരു വിഷ്ണു ആകുന്നു, ഗുരു മഹാദേവനാകുന്നു, അതിനും അപ്പുറം തസ്മൈ നമഃ, ഗുരു സാക്ഷാൽ പരബ്രഹ്മ. ഈ പ്രപഞ്ചത്തിലെ പരബ്രഹ്മ സ്വരൂപിയാണ് മഹാദേവൻ, അല്ലെങ്കിൽ ഈ ഗുരു എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് മഹാദേവൻ എന്ന് പറഞ്ഞത്? മഹാദേവനാണ് എല്ലാ ഗുരുക്കന്മാരിലും വലിയ ഗുരു. വൈദ്യനാഥനാണ് മഹാദേവൻ, ഗുരുക്കന്മാരിൽ ഗുരുവാണ്. നിങ്ങൾ ചൊല്ലാറില്ലേ മുരാരി അല്ലെ? ആ പാട്ട് കേട്ടിട്ടില്ലേ? മഹാദേവന്റെ അമ്പലത്തിൽ നിന്ന് പ്ലാമന്തോളിന്ന് രാവിലെ എഴുന്നേറ്റ ഈ പുഴയിലൂടെ അങ്ങനെ ഒഴുകി വരും. ഞാൻ രാവിലെ എഴുന്നേറ്റ 5 മണിക്ക് നീപ്പിക്കും അമ്മ. അടുക്കുലാമ്മ വന്ന് മുഖം ഇങ്ങനെ കഴുകുമ്പോഴാണ് ഈ പാട്ട് ഇങ്ങനെ കേൾക്കുക. എന്തൊരു സുഖാണെന്നറിയോ അത് കേൾക്കുമ്പോ? ബ്രഹ്മമുരാരി സുരാർച്ചിത, ബ്രഹ്മാവും മുരാരി എല്ലാ സുരന്മാരും എല്ലാവരും അർച്ചിക്കുന്ന ലിംഗമാണ് ഇത് എന്നാ പറയുന്നത്. അന്ന് അതിന്റെ അർത്ഥം അറിഞ്ഞിരുന്നില്ല. പക്ഷെ അത് കേട്ട് ഞാനത് കേട്ട് സുഖിച്ചിരിക്കും. പുസ്തകത്തേക്കൊന്നും അങ്ങനെ നോക്കിയിരുന്നില്ല. പക്ഷേ നമ്മുടെ ബുദ്ധിയായി മേധയായി വിളങ്ങാൻ ഭഗവാന്റെ ആ ഒരു മന്ത്രം ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെ ആയിരിക്കണം അറിഞ്ഞ് ആരാധിക്കേണ്ടത്. ഇനി ഞാൻ പറഞ്ഞില്ലേ പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നാണ്. 3ാമത്തെ മന്ത്രം ഇപ്പോ വിദ്യാഗോപാല മന്ത്രാർച്ചന കാവിലൊക്കെ നടത്തി. എന്ന് പറഞ്ഞാല് കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം സീതമേ രമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. നമ്മുടെ കുട്ടികൾ പഠിക്കാനിരിക്കുമ്പോ ഈ മന്ത്രം ചൊല്ലണം. ആദ്യത്തെ പേജിൽ അത് എഴുതി വെക്കാൻ പറയും ഞാൻ. കാരണം എന്താ പറയുന്നറിയോ? കൃഷ്ണ 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 ഹരേ കൃഷ്ണ, ഹേ കൃഷ്ണ അങ്ങ് ഞങ്ങൾക്ക് സർവജ്ഞത്വം തരയണമേ, എല്ലാ അറിവുകളും തരയണമേ. ഇനി അത് കഴിഞ്ഞ് 2ാമത് പറയാ രമാരമണ, ഹേ രമയെ രമിപ്പിക്കുന്ന. ഭാര്യയെ പറഞ്ഞ ഭാര്യയെ സുഖിപ്പിച്ച എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഭാര്യനെ ഒന്ന് കീർത്തിച്ച് പറയാ രമാരമണ, രമയെ രമിപ്പിക്കുന്ന ഹേ ഭഗവാനെ ഞങ്ങൾക്ക് വിദ്യ, അത്യാവശ്യം വിദ്യയെങ്കിലും തരയണമേ. ഈ പ്രാർത്ഥന, ഈ 3 മന്ത്രം നമ്മുടെ കുട്ടിക്ക് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ അവരെ പഠിപ്പിക്കണം. കാരണം ഉണ്ടല്ലോ ഈ ശ്ലോകങ്ങളൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ നമ്മുടെ ജീവൻ അങ്ങനെ സുഖിക്കും. നിങ്ങള് സപ്താഹവേദിയിൽ അങ്ങ് കയറി ചെല്ലുമ്പോ ആചാര്യൻ ചൊല്ലാണ്. എന്താ പറഞ്ഞത്? കുന്തിദേവി കൃഷ്ണ എനിക്ക് ദുരിതങ്ങൾ തരണേ. അപ്പൊ ചോദിച്ചു എന്തിനാ അമ്മയെ അങ്ങനെ പ്രാർത്ഥിക്കുക? അല്ലെങ്കിൽ ഞാൻ അങ്ങയെ മറന്നു പോയില്ലേ കൃഷ്ണ, അതുകൊണ്ട് എനിക്ക് ഈ ജീവിതം മതി, സന്തോഷിക്കുക. അതിന് അർത്ഥം എന്താണോ ഉള്ളതിൽ സന്തോഷിക്കുക. ഞാൻ പറഞ്ഞില്ലേ ചെറിയ വീടാണെങ്കിലും നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തുക. ഇല്ല എന്നൊരു വീട്ടിൽ പറയരുത് എന്നാണ് നമ്മൾ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അപ്പൊ ചോദിക്കും മുളക് പൊടി തീർന്നാ പിന്നെ എന്താ ടീച്ചറെ പറയാ? അപ്പൊ കഴിഞ്ഞെണ്ണു കൊണ്ടുവന്നിട്ട് വേണം അത്ര പറഞ്ഞാൽ മതി. ഇല്ല എന്ന് പറയേ ചെയ്യരുത് എന്നാ. അവിടെ ദുരിതമാണ്, ഒരു ദുരിതം ഉണ്ടാവരുത്. എല്ലാ ദുരിതങ്ങളെ നശിപ്പിക്കുന്നവൻ ആരാണ്? മഹാദേവന. അപ്പോ ഒരു മഹാദേവനെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ആളെ പോലെ അല്ലെങ്കിൽ സ്വന്തം ഗ്രാമദേവതയായി കിട്ടിയിട്ട് മോതിരം പറ്റ ചില്ലറയൊന്നും അല്ലാട്ടോ. കാരണം ഇവിടെ ഇന്ന് ഇരുത്തിയത് അവിടെ ഒക്കത്തെ ഗണപതി പോലെ കാവിലമ്പലത്തിലിരിക്കുന്ന മഹാദേവന. കാരണം ഞാൻ അവിടെ കൃഷ്ണനെയൊക്കെ പടിഞ്ഞാട്ട് തിരിച്ചു വെച്ചു. കുട്ടികളൊക്കെ 5 കൃഷ്ണനെ കൊണ്ടുവന്നു. വൈശാഖ ആഘോഷിക്കുക. എല്ലാവരും മാല പിരിച്ചതിനെ ചാർത്തി ഞങ്ങളവിടെ നിന്ന് 1 മാസം വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ നേരം കടയിട്ടിട്ടാ മഹാദേവന് നേരെ ഞാൻ ഇരുന്നിരുന്നു. മഹാദേവനോട് ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചിരുന്നു ഈ യജ്ഞങ്ങളെല്ലാം സമ്പൂർണ്ണമാവണം. ഈ ഭഗവതിക്ക് ഒരാറാട്ടെങ്കിലും മോതിരം പട്ടിയിലും പോയി ചെയ്യാനുള്ള ആ പണ്ടത്തെ ഒരവസ്ഥ വരുത്തേണമേന്ന്. അപ്പൊ ഇവിടെ കൊണ്ടുവരണം മഹാദേവൻ, എന്നെ ഇവിടെ കൊണ്ടുവന്നേ പറ്റൂ. അതാണ് നമ്മുടെ ഉള്ളില് നമ്മളറിയാതെ ഈ ജീവചൈതന്യമായി മഹാദേവൻ ഇരുന്ന് പ്രവർത്തിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും അല്ല നടക്കുക. ഈ വിരൽ ഇങ്ങനെ ഇളകണമെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല. ഇപ്പൊ ഇവിടെ അങ്ങനെ ഇവിടെ പറയുന്നതിന്റെ ഇടയ്ക്ക് ഈ ശബ്ദങ്ങൾ പോയാലും നിങ്ങൾ 1 ആഴ്ച മുമ്പ് 2 ആഴ്ച മുമ്പ് വിളിച്ച് ബുക്ക് ചെയ്തു, ഇന്നലെ നീട്ടാ അപകടമാണെങ്കിൽ വല്ലതും നടക്കുമോ? ആരാ? മഹാദേവൻ തീരുമാനിക്കുക ഇത് ഇങ്ങനെയൊക്കെ ഇന്ന സമയത്ത് നടക്കണം. അപ്പൊ എന്തായാലും ഇപ്പൊ നിങ്ങൾ ഇവിടെ ദേവപ്രശ്നമൊക്കെ വെച്ച് ഇതൊക്കെ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ട്? അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അനുഗ്രഹീതരാണ് നിങ്ങൾ. ഈ അനുഗ്രഹം എന്ത് ചെയ്യണം? ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മളവിടെ കയറുമ്പോ
ഷർട്ട് ഊരണുണ്ടല്ലോ, എന്തുകൊണ്ടാ അതുവരെ ക്രിട്ടിസൈസ് ചെയ്യും. ഈ ഷർട്ട് ഊരണ എന്തുകൊണ്ടാണോ, ആണുങ്ങൾക്ക് ശരീരത്തിലേക്ക് ആ നട തുറക്കുമ്പോൾ ആ ദേവചൈതന്യം പുറത്തേക്ക് വരുമ്പോൾ ശരീരം കൊണ്ടാ സ്വീകരിക്കാൻ കഴിയാം. സ്ത്രീകൾക്ക് അവർക്ക് ധാരാളം മുടിയുണ്ടല്ലോ, തല കൊണ്ട് ശിരസിലേക്ക് അത് ആവാഹിക്കാൻ കഴിയും. അതാണ് പണ്ടുള്ളവർ. ഇപ്പൊ പിന്നെ പരിഷ്കാരം പറഞ്ഞ് അതൊക്കെ വേണ്ടാക്കണം എന്നുള്ള ഒരവസ്ഥയിൽ പലർക്കും ത്വക്ക് രോഗമൊക്കെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. എല്ലാ ആചാരങ്ങൾക്ക് പിന്നിലും സയൻസാണ്. ഇനിയിപ്പോ ആ പ്രദക്ഷിണത്തിന്റെ തത്വം പറയാം. പ്രദക്ഷിണം വെക്കുന്നു, നിങ്ങൾ അമ്പലത്തിൽ വന്നു. അമ്പലത്തിൽ വരണമെങ്കിൽ പഞ്ചശുദ്ധി പാലിക്കണം. എന്താ പഞ്ചശുദ്ധി? അങ്ങനെയൊക്കെ വലിയ വലിയ ഈ സംസ്കൃത വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പിന്നാക്കം നിൽക്കും. ഒന്നുമില്ല. പഞ്ചെന്ന് പറഞ്ഞാൽ 5. ഞാൻ പറഞ്ഞ ദേയ പഞ്ചമുഖോരുദ്ര, 5 മുഖങ്ങളുള്ളവൻ. അത് ഓം നമശിവായ പഞ്ചാക്ഷരി മന്ത്രം. ഒറ്റക്ഷരം ഓം, 2 അക്ഷരം രാമ, 3 അക്ഷരം ഗോവിന്ദ, 4 അക്ഷരം നാരായണ, 5 അക്ഷരം നമശിവായ, 6 അക്ഷരം ശരവണഭവ. ഇങ്ങനെ പോകുന്നു നമ്മുടെ നാമങ്ങൾ. അത്രയും ലളിതമാക്കി തന്നിരിക്കുക നമുക്ക്. ഇനി ഈ പ്രദക്ഷിണത്തിന് വേണ്ടി രാവിലെ എഴുന്നേറ്റു. പ്രദക്ഷിണത്തിന് മുമ്പ് നാളെ മുതലും പറ്റിയ പോണം, മഹാദേവനെ തൊഴണം തീരുമാനിച്ചു. അപ്പൊ നമ്മൾ ആദ്യം തന്നെ രാവിലെ ഇപ്പൊ ഏത് ഡ്രസ്സാടണ്ടല്ലേ, ഞാൻ അങ്ങനെ ആരോഗ്യം കഴിഞ്ഞ മാസത്തിനുണ്ട് ചിറ്റിയില്ലേ, യൂട്യൂബിൽ ഇത് കാണും, 10 ആഴ്ച വേറെ ആവാം, അങ്ങനെ നിങ്ങൾ എല്ലാവരും ചിന്തിക്കും. അപ്പൊ അതൊക്കെ മുക്കൊക്കെ നല്ല ശുദ്ധിയായി വൃത്തിയായിട്ട് നമ്മൾ തേച്ചൊക്കെ മടക്കിയൊക്കെ വെക്കും. ശരിയാ, വേഗം പോരണ്ടേ രാവിലെ. അതേ സമയത്ത് നമ്മൾ ഇങ്ങോട്ട് പോരണം എന്ന് തീരുമാനിച്ചാലേ ആ ദേവൻ, ഇപ്പൊ മഹാദേവനാണ് ഇവിടെ, പ്രത്യേകിച്ചും മഹാദേവന്റെ ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ ആദിദേവനായ ആ മഹാദേവൻ സർവന്തര്യാമിയാണ്. ഇവിടെ ഇരുന്ന് അറിയൂത്രേ, എന്റെ ഒരു കുട്ടി ഭക്തൻ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. രാവിലെ നേരത്തെ അലാറം ഇല്ലെങ്കിലും നമ്മൾ ഉണരും. കാരണം മഹാദേവൻ ഭൂതഗണങ്ങളോട് പറയൂത്രേ, എന്റെ ഒരു ഭക്തൻ ദേ ആ പുറമണ്ണൂരിൽ നിന്ന് വരുന്നുണ്ട്, അവിടെ പോയി കൂട്ടിക്കൊണ്ട് വരണം, ആപത്തൊന്നും കൂടാതെ. അല്ലേ, വണ്ടിയിലാണ് വരുന്നത്, എത്രയോ വണ്ടികൾ ഇങ്ങോട്ട് വരും, നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഇങ്ങോട്ട് വന്ന് മുട്ടാം. അപ്പോ ആ ഭൂതഗണങ്ങൾ രാവിലെ പുറപ്പെടുത്രേ. അപ്പോ നമ്മൾ അപ്പോഴേക്ക് കുളിച്ച് റെഡിയായി നിൽക്കണ്ടേ. കുളിക്കുമ്പോ പഞ്ചശുദ്ധിയിൽ 2 ശുദ്ധി നമുക്ക് പാലിക്കാം. പഞ്ചശുദ്ധിയിൽ ഒന്നാണ് രാവിലെ ഇപ്പൊ എഴുന്നേൽക്കുന്ന കാര്യം കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. കുളിക്കുമ്പോ നമ്മൾ ഗംഗാദേവിയെ ഓർത്ത് ഗംഗേ ജയ ഗുണേ ജൈവ, ഈ മന്ത്രം ഒന്നും അറിയണമെന്നില്ല. അപ്പോ സാധാരണക്കാരിപ്പോ ഒക്കെ പഠിച്ചിട്ട് വേണം. ഗംഗാദേവി, ഞാൻ എന്റെ മാലിന്യങ്ങളെ തരാൻ പോവുകയാണേ, എനിക്ക് എന്റെ ശരീരശുദ്ധിയും മനഃശുദ്ധിയും തരയണമേ. രാവിലെ തന്നെ നമുക്ക് 9 തുളകളാ ഭഗവാന്റെ കയ്യിലോടക്കുഴലിന് 9 തുളകളാ. അത് അവിടെ ഇവിടെയൊക്കെ ഞെക്കുമ്പോ പല ശബ്ദം ഉണ്ടാവണില്ലേ. ഭഗവാൻ നമ്മളെ പലയിടത്തും ഞെക്കുമ്പോഴാണത്രേ ഭഗവാന്റെ കയ്യിൽ പാട്ടാണ് നമ്മളെ. ആ പല ചിലപ്പോ ഈ ചിരിയാവും, ചിലപ്പോ ഈ കരച്ചിലാവും. മഹാദേവൻ ആ പറഞ്ഞയക്കുന്നതിന് മുമ്പ് നമ്മൾ കുളിക്കാൻ ശരീരശുദ്ധിയും മനഃശുദ്ധിയും കിട്ടാൻ വേണ്ടി ഗംഗാദേവിയോട് പ്രാർത്ഥിച്ച് കുളിക്കാം. കുളി കഴിഞ്ഞാൽ ഒരു 3 കുടന്ന വെള്ളം തെക്കോട്ട് തിരിഞ്ഞ് ഈ വിരലിനിടയിലൂടെ പിതൃക്കൾക്ക് സമർപ്പിച്ച് വീണ്ടും ഒരു കപ്പ് വെള്ളം ഒഴിക്കാം. നമ്മൾ മുങ്ങാട്ടോ ചെയ്യുക. ശരിക്ക് തെക്കോട്ട് വെള്ളം അർപ്പിച്ചതിന് ശേഷം ഞാൻ വീണ്ടും മുങ്ങും. മുങ്ങിയതിന് ശേഷമാണ് പിന്നെ സൂര്യ ഭഗവാന് ഗായത്രി ജപിച്ച് അർച്ചന നടത്തുക, നമ്മുടെ ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കുക. അതൊക്കെ കുളി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണം. അത്രയും മാനസികമായി വിഷമായിട്ട് വിളിക്കും ചിലര്, ടീച്ചറെ പ്രാർത്ഥിക്കണേ. കുളി കഴിഞ്ഞാൽ ആദ്യം അവർക്ക് വേണ്ടിയ പ്രാർത്ഥിക്കുക, പിതൃക്കളെ വന്ദിച്ചതിന് ശേഷം. എന്നിട്ട് കുളി നാമജപത്തോടു കൂടി കുളിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കും. അത്രയും കീർത്തനങ്ങൾ ചൊല്ലും. എന്റെ ഒരു ഗാനമേളനെ കഴിയുന്ന കുളി കഴിയുമ്പോഴൊക്കെ. എന്നിട്ട് പുറത്തിറങ്ങിയാലോ നമ്മള് അപ്പൊ ശരീരശുദ്ധിയും മനഃശുദ്ധിയും കിട്ടി. ഈ കീർത്തനങ്ങൾ ചൊല്ലിയാൽ മനസ്സ് ശുദ്ധാവും. അത് കഴിഞ്ഞ് വിളക്ക് വെക്കുമ്പോഴൊക്കെ നമ്മൾ കീർത്തനം ചൊല്ലണം. വെറുതെ അതും ഇതും ആലോചിച്ച് വിളക്ക് വെക്കരുത്. ഈ വിളക്ക് വെക്കുന്ന ഇപ്പൊ കണ്ടോ ഭഗവതിയറ, വിളക്ക് വെക്കുന്നതിന് ഒരുപാട് തത്വങ്ങളുണ്ട്. രാവിലെയും വൈകുന്നേരവും നമ്മൾ വിളക്ക് വെക്കും. രാവിലത്തെ സായം സന്ധ്യ, വൈകുന്നേരത്തെ സായം സന്ധ്യ. അതായത് സൂര്യ ഭഗവാൻ രാവിലെ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ വിളക്ക് വെക്കണമെന്നാ. കാരണം ഭഗവാൻ സങ്കടപ്പെട്ടിട്ട് അത്ര രാത്രി പോയിന്റെ കുട്ടികൾ ഇരുട്ടിലാണല്ലോ. അപ്പോഴാണ് നമ്മൾ സന്ധ്യക്ക് വിളക്ക് വെച്ചിട്ട് കാണിക്കുക, ഭഗവാനെ ഞങ്ങൾക്ക് അഗ്നിദേവൻ വിളക്ക് ആയിട്ട് കാണിക്കുന്നുണ്ട്, ഭഗവാൻ സന്തോഷത്തോടു കൂടി പോയിക്കോളൂ. അപ്പൊ രാവിലെ വരുമ്പോഴും ആ വിളക്ക് കത്തുമ്പോൾ എന്റെ കുട്ടികൾ ഇരുട്ടിലല്ല, അങ്ങനെ ഒരു സങ്കല്പം കൂടി ഉണ്ട്. മറ്റൊന്ന്, ഈ സന്ധ്യ ആകുമ്പോ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടത്തെ ചൂടൊക്കെ പോയി കഴിഞ്ഞാല് ബാക്ടീരിയയും ഫംഗസും ഒക്കെ പെരുകൂത്രേ. ആ ബാക്ടീരിയയും ഫംഗസിനെയൊക്കെ, അതൊക്കെ സയൻസ് ആട്ടോ, നശിപ്പിക്കാൻ എള്ളെണ്ണ കത്തിക്കുമ്പോൾ ആ ഇരുമ്പ് ശക്തിയാണ് അത്ര അവിടെ ഉണ്ടാവുക. അതിന് കഴിവുണ്ട്. അതുകൊണ്ടാണ് നല്ലെണ്ണ ഒഴിച്ച് കത്തിക്കണം. ഇപ്പൊ വരുന്നതൊക്കെ എന്തൊക്കെയോ എണ്ണകളാ. പണ്ടൊക്കെ എല്ലാം ആട്ടിയിട്ടാണ് എണ്ണ കത്തിക്കുക. അത്രയും ഇരുമ്പ് ശക്തിയാണ്. അപ്പൊ അതാണ് അതിന്റെ തത്വം. ഈ വിളക്ക് കത്തിക്കുമ്പോൾ നാമം ചൊല്ലുക എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങളാണ്. നമ്മൾ ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ നോക്കിയിട്ടുണ്ടോ, നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. ഏതൊക്കെയാ പഞ്ചഭൂതങ്ങൾ? നമ്മൾ പറഞ്ഞില്ലേ, നമശിവായ എന്ന മന്ത്രം പഞ്ചഭൂതങ്ങളെ കാണിക്കുന്നു. ന എന്ന് പറഞ്ഞാല് ഭൂമി, മ ജലം, ശി എന്തില് വെള്ളം വിടാതെ ശി പറയാം, അഗ്നി, പിന്നെ ശിവ വായു, യ ആകാശം. ഈ 5 പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമാണ് നമ്മുടെ ശരീരം. ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട്
പ്രതിനിധീകരിക്കുന്ന വസ്തുക്കളെ വെച്ചിട്ടാണ് ഭീമനെ അവിടെ പൂജ ചെയ്യുക. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? രാവിലെ വന്നാൽ ഭഗവാനെ ഒറ്റ കുളിപ്പിക്കല, ധാര അല്ലെ? ഭഗവാൻ ഒരു ധാര കഴിച്ചാൽ നമ്മുടെ തലയിൽ തണുക്കുക എന്നാ പറയാ. പണ്ടൊക്കെ ഡ്രമ്മിൽ വെള്ളം നിറച്ച് ഇത്ര ഉയരത്ത് പണ്ട് പോയിട്ട് തിരുമേനി കൊണ്ടുപോയിട്ട് മഹാദേവന് ധാര കൊടുക്കുന്നു, അങ്ങനെ സങ്കല്പം. അപ്പൊ അത് മഹാദേവന് ധാര കഴിച്ചാൽ അത്രയും നല്ലതാണ്. ജലധാര കഴിച്ചാലും മതി. വഴിപാടുകൾക്കും ഒരുപാട് തത്വങ്ങളുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ അത് ജലം, പഞ്ചഭൂതങ്ങളിലൊന്ന്. അത് കഴിഞ്ഞ് ചന്ദനം ചാർക്കൂലേ ചിലയിടത്തൊക്കെ, മഹാദേവനാണെങ്കിൽ ഒരു ചന്ദനക്കുറി കാണാം. അപ്പോ അത് ഭൂമിയെ പ്രതിനിധീകരിക്കുക. ചന്ദനം എവിടെയാണ് ഉണ്ടാകുന്നത്? ഭൂമിയിൽ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞാലോ ദീപം, ധൂപം, പുഷ്പം, പത്രം, ഫലം, തോയം. ദീപം അഗ്നി, അഹം ആകാശൽപ്പന, പുഷ്പം കൽപ്പയാമി, കുറച്ച് പൂക്കൾ എടുത്ത് അർപ്പിക്കും, അത് ആകാശത്തെ പ്രതിനിധീകരിക്കുന്നു. പിന്നെയോ വായു അൽപ്പന, ധൂപം കൽപ്പയാമി, വായു കർപ്പൂരം അല്ലെങ്കിൽ ചന്ദനത്തിരി കാണിക്കുന്നു. അഞ്ജനായില്ലേ? അയ്യോ ഇനി അമൃതാത്മന, നൈവേദ്യം കൽപ്പയാമി, നൈവേദ്യം വെച്ച് സമർപ്പിക്കുന്നു. ഇതിലൊക്കെ തത്വങ്ങളുണ്ട്. നമ്മുടെ വിചാരം എന്താ? ഇതൊക്കെ എന്തൊക്കെയോ നമ്മുടെ ഈ പഞ്ചഭൂതങ്ങൾ, അത് നമ്മുടെ ഈ ശരീരത്തെ എന്തെല്ലാം ചെയ്തുകൊണ്ട് ഭഗവാനിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കാം. നമ്മുടെ സമർപ്പണമാണ് ആ നീതികളെല്ലാം. വിളക്ക് വെക്കുന്നതാണെങ്കിലും, ഇപ്പൊ വീട്ടിൽ വെക്കുകയാണെങ്കിലോ ദീപം നിങ്ങൾ വിളക്ക് കൊളുത്തും, ധൂപം ചന്ദനത്തിരി കത്തിക്കും, പുഷ്പം ഒരു 4 പൂവെങ്കിലും, 4 തുളസിപ്പൂ, തുളസി വിളക്ക് കാണിക്കാൻ വേണമെന്ന 4 തുളസിപ്പൂവും ഒരു ചെമ്പരത്തിപ്പൂവൊക്കെ പൊട്ടിച്ചിട്ട് ഒരു തത്വത്തിൽ അവിടെ വെക്കുക. അപ്പൊ എന്താ? ഈ ദീപം, ധൂപം, പുഷ്പം. പത്രം എന്ന് പറഞ്ഞാൽ ഒരു തുളസിയില, തോയം എന്ന് പറഞ്ഞാൽ ഒരു കിണ്ടി വെള്ളം. ഇതൊക്കെ ദിവസം അങ്ങോട്ട് വെച്ചോക്കൂ. അപ്പൊ നിങ്ങൾ ആ ഭഗവതി അറിയൽ തന്നെ ഒരു ചൈതന്യം ഉണ്ടായിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു, കണ്ടില്ലേ? ശ്രദ്ധിച്ചോണാവോ? ആ പൂജാമുറിയുടെ ഉള്ളിൽ കയറിയാണ്ടല്ലോ ൊരു തണുപ്പ. ശരിക്കും ഒരു കുടിസുമുറി, ചെറിയ മുറിയാവൂല പൂജാമുറി. ചൂടല്ലേ അനുഭവപ്പെടേണ്ടത്? അവിടെ ഇപ്പൊ 20 വർഷമായി ഞാനിത് മുടങ്ങാതെ. ഞാനല്ലെങ്കിൽ എന്റെ ഭർത്താവെങ്കിലും മുടങ്ങാറില്ല. ദൂരയാത്ര എങ്ങനെയും പോയാൽ മുടങ്ങും. അല്ലെങ്കിൽ ഞങ്ങൾ 2 നേരവും ചെയ്യുന്നതാ. ദീപം, ധൂപം, പുഷ്പം, പത്രം, ഫലം, തോയം. ഇത് വെള്ളം വെക്കാൻ തോയം, ഫലം എന്നൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് സാധിക്കാത്തതുകൊണ്ട് വെക്കാറില്ല. അതൊരു ശീലാക്കാറില്ല. കാരണം ഒരിക്കൽ കൊടുത്താൽ കുട്ടികൾ പിന്നെ അത് പ്രതീക്ഷിക്കും. ഒരു പൂച്ചക്കുട്ടിയുണ്ട്, ഒരു ദിവസം ഭക്ഷണം കൊടുത്തു, പിന്നെ എന്നും ആ സമയത്ത് അത് വരും. അതുമാതിരിയാ ഭഗവാൻ നമ്മൾ എന്തെങ്കിലും നേദ്യം സമർപ്പിച്ച് അവന് ഇടയ്ക്കിടയ്ക്ക് അത് പ്രതീക്ഷിക്കും. അത് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഒരു കൊലപ്പഴം ഉണ്ടായ അപ്പം കൊണ്ട് ഭഗവാനെ നേദിക്കുന്നത്, അതൊക്കെ നമ്മുടെ മനസ്സിന്റെ. അപ്പൊ ഭഗവാനെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അതിനെ കുറിച്ച് നമ്മൾ അറിയാം. ഇനി പ്രദക്ഷിണം ചെയ്യുമ്പോ രാവിലെ വന്ന് നിങ്ങൾ പ്രദക്ഷിണം വെച്ചു അല്ലെ? രാവിലെ വരും നമ്മൾ മിക്കവാറും നമ്മൾ രാവിലെ വരിക, അല്ലെങ്കിൽ മറ്റേ അശുദ്ധിയായ ഭക്ഷണം കഴിച്ചു ചണ്ടാളനായിട്ട് കള്ളും കോഴിയും കഴിച്ചിട്ടുണ്ട് മഹാദേവൻ. അപ്പൊ അതൊക്കെ കഴിക്കുന്നവരെന്നെ ഭൂരിപക്ഷം ഹിന്ദുക്കളും. അതൊന്നും നമ്മൾ ആരോടും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം എന്താണോ, അങ്ങനെ ചെയ്യരുത് പറഞ്ഞാൽ അവർ ഇതങ്ങോട്ട് നിർത്തും, അതങ്ങോട്ട് തുടരും. അതിന് നല്ലത് എന്താ? അത് കഴിക്കണോണ്ടൊന്നും കുഴപ്പമില്ല. 41 മണ്ഡലം നമ്മൾ കഴിക്കാറില്ലല്ലോ, വല്ല പ്രശ്നമുണ്ടോ? രാമായണ മാസം കർക്കിടക 10 കഴിയട്ടെ, 10 ദിവസം ഇലക്കറി, അത് സുഖല്ലേ? അപ്പൊ വയറിന് ഡൈജഷന്റെ പ്രശ്നമൊക്കെയാണത്. എല്ലാം നമ്മുടെ ശരീരത്തിനെ സുഗമമാക്കാൻ, ജീവിതം സുഗമമാക്കാനുള്ള ആചാരങ്ങളാണ്. ആചാരങ്ങൾ ആചരിക്കാനുള്ളതാ. അത് ആചരിക്കുന്നവനാണ് ആചാര്യൻ എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ, ഈ കർക്കിടകത്തിൽ കട്ടാണ്, മുരിങ്ങടല നമ്മള് കൂട്ടില്ലല്ലോ, കട്ടാണ് പറയും. കട്ടോണ്ടല്ല, മഹാദേവന്റെ താലികയെ ശ്രീ പാർവതിക്ക് ചാർത്തിയ താലി, അതിന്റെ അതേ രൂപത്തിലാണ് മുരിങ്ങയുടെ ഇല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 3 ഏണായിട്ട്. അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ അത് എടുത്തുകൊണ്ടുവന്ന് കൂട്ടാൻ വെക്കാത്തത്. കർക്കിടക മാസം അത്രയും എന്താ പറയാ, ഒരു ഐശ്വര്യമുള്ള മാസം എന്നാ പറയല്ലേ. മാസത്തിന്റെ പേരെന്താ? ഈ രാമായണ മാസം. ആർക്കെങ്കിലും ഉണ്ടോ ഈ ഒരു സുഹൃതം? നമ്മുടെ ഒരു ഗ്രന്ഥത്തിന്റെ, ഹൈന്ദവന്റെ 2 ഇതിഹാസങ്ങൾ ഏവാന്ന് ചോദിച്ചാൽ എല്ലാവരും ഉത്തരം എഴുതും രാമായണം മഹാഭാരതം. നമ്മുടെ ഗ്രന്ഥല്ലേ പറയുന്നത്, അഭിമാനിച്ചുകൂടെ? എന്നാൽ അത് തൊടാത്ത എത്ര പേരുണ്ട്? അതിലാദ്യം തന്നെ മഹാദേവനെ കുറിച്ചാണ് കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ, രാവണൻ അത് കൊടുത്തതും, രാവണൻ കൈലാസെടുത്ത് അമ്മാനമാടിയതും മഹാദേവനെ ഇളക്കാൻ ആർക്കെങ്കിലും ആവോ? അത്രയും വലിയ ഭക്തനാണ്. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ, ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടൂ, ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി, ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. രാമായണം പറയണതാ. ഇതാര പറഞ്ഞ ഡയലോഗാന്നറിയോ? കുംഭകർണൻ പറഞ്ഞതാ. രാക്ഷസനായ രാവണന്റെ അനുജനായ ഈ രാക്ഷസന്മാര് വരെ ഭക്തിയെ കുറിച്ച് അറിഞ്ഞ് ആരാധിച്ചു. അതുകൊണ്ടാ മഹാദേവൻ അവിടെ നിന്നുകൊടുത്തതേ, അമ്മാനെ ആടിക്കൊള്ളാൻ പറഞ്ഞിട്ട്. പാതാളത്തിലെ ഇപ്പോഴും ഭഗവാൻ കാവൽക്കാരനാ മഹാബലിയുടെ. ബലി ആരാ? രാക്ഷസനല്ലേ? എന്തുകൊണ്ടാ? ഭക്തിയുടെ മുന്നിൽ ഭഗവാൻ ഇങ്ങനെ മഹാദേവൻ ചൈതന്യമായിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടായിരിക്കുത്രേ. ശ്രീ പാർവതി അവിടെ ഇരുന്ന് ഇങ്ങനെ അനുഗ്രഹിക്കുന്നുണ്ടാകുത്രേ. മോൾക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ തോന്നണേ. കാരണം ഒരു സദസ്സിനനുസരിച്ചിട്ട് എനിക്ക് പറയാൻ തോന്നുക. ചിലരിയ്ക്കുന്നുണ്ടാണ്ടല്ലോ നമ്മളെ നാവില് ഇങ്ങനെ ബുദ്ധിയിൽ ഇങ്ങനെ തെളിഞ്ഞ് വീണ്ടും വീണ്ടും വരും. രാവിലെ പ്രദക്ഷിണം വെച്ച ആരോഗ്യമാണ്.
ഉച്ചയ്ക്ക്, പ്രത്യേകിച്ച് ഈ വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് പൂജ ഉണ്ടല്ലോ, ഉച്ചയ്ക്ക് പ്രദക്ഷിണം വെച്ചാൽ അഭീഷ്ട സിദ്ധി, ആഗ്രഹങ്ങൾ സാധിക്കും. സന്ധ്യയാകുമ്പോൾ ഒന്ന് പ്രദക്ഷിണം വെച്ചാൽ പാപനാശം, എല്ലാ പാപങ്ങളും അന്ന് ചെയ്തത് നശിക്കും. നട്ടപ്പാതിരിക്ക് മോക്ഷം തന്നെയാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മളുടെ ഒരു ജീവിതം ആണ് ഇത് കാണിക്കുന്നത്. 4 ആശ്രമങ്ങളെയാണ് ഇത് കാണിക്കുന്നത്. 4 ആശ്രമത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ. ആദ്യം കുട്ടി ഗുരുകുലം പഠിക്കാൻ പോകുന്നത്, അതാണ് രാവിലെ ജീവിതത്തിന്റെ. എത്ര വയസ്സ് വരെ പഠിക്കും? 25-30 ആയാലും പഠിക്കുക. എന്തായാലും 30 വയസ്സിൽ ഒരു ജോലി കിട്ടുന്നതോട് കൂടിയിട്ട് അടുത്ത ആശ്രമം. ജീവിതത്തിന്റെ ഉച്ചയാണ് രണ്ടാമത്തെ ആശ്രമം. ഉച്ചാമത്തെ പ്രദക്ഷിണം എന്താ? ഒരു ജോലി കിട്ടി, കല്യാണമൊക്കെ കഴിച്ചു, അല്ലെ, എല്ലാ സുഖ സൗകര്യങ്ങളുമായി ആസ്വദിച്ച് ജീവിച്ചു. കുട്ടികൾ വലുതായി 56 വയസ്സ് റിട്ടയർമെന്റ് വരെ സുഖിച്ച് ജീവിക്കും. ഇതാണ് ജീവിതത്തിന്റെ നട്ടുച്ച എന്ന് പറയുന്നത്. അഭീഷ്ടസിദ്ധി, അഭീഷ്ടസിദ്ധി കിട്ടുന്നല്ലേ പറഞ്ഞ് ഉച്ചയ്ക്ക് തൊഴുതാല് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്ന കാലഘട്ടം. ഇത് രണ്ടാമത്തെ ആശ്രമം, അതാണ് ഗൃഹസ്ഥാശ്രമം. ഇനി മൂന്നാമത്തെ ആശ്രമമാണ് വാനപ്രസ്ഥം. റിട്ടയർമെന്റ് കഴിയുമ്പോഴാണ് ഈ ഗ്രന്ഥമൊക്കെ ഒന്ന് പൊക്കി, അല്ലെ, പൊടിയൊക്കെ തട്ടി. ഞാൻ പറയും, കുടിയിരിക്കുമ്പോ ആദ്യം ഗൃഹപ്രവേശം ചെയ്യുമ്പോ ഗ്രന്ഥം കൊണ്ട് വേണം കയറാൻ. എല്ലാവരും ഗ്രന്ഥം വാങ്ങി. എന്നിട്ട് ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോ എന്താ, പൂജാമുറിയിൽ ഇങ്ങനെ കരിയൊക്കെ പിടിച്ചിരിക്കില്ല. അപ്പൊ എന്താ, ടീച്ചർ പറഞ്ഞില്ലേ ഗ്രന്ഥം വാങ്ങണമെന്ന്. ഗ്രന്ഥം വാങ്ങി തുറന്നോ? ഇല്ല, പൂജിച്ചുകൊണ്ടിരിക്കുക. അതല്ല, ഗ്രന്ഥം തുറക്കണം. ഈ നമ്മുടെ ഈ കാവിലമ്പലത്തിലെ ഒരു വള്ളിമുടലാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭഗവതി ഇരിക്കുന്നതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ പടർന്നു നിൽക്കുക. അത് മാധവീലത എന്നാണ് അതിന്റെ പേര്. അതിന്റെ ആ ഇലയിലാണ് പണ്ടൊക്കെ പ്രസാദം കൊടുത്തിരുന്നത്. ആ ഇലകൾക്ക് ഒരു പ്രത്യേക ശക്തി. ആ ചെടി ഇവിടെ വേറെ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ആ ഇല ഗ്രന്ഥത്തിന് പകരം മടിയിൽ വെച്ചിട്ട് പ്രേത പിശാചികളാണ്. അപ്പൊ നടന്നല്ലേ പോവാ, പേടിച്ചിട്ട് ഇതും മടിയിൽ വെച്ചിട്ട് പോയിരുന്നു. പിന്നെ ഭൂതം പ്രേതവും പിശാചൊന്നും പിടിക്കില്ല. എല്ലാ നെഗറ്റീവ്സും ഉണ്ട് ഈ സമൂഹത്തില്. പോസിറ്റീവ് ഉണ്ടോ, നെഗറ്റീവ് ഉണ്ട്, സുഖമുണ്ടോ, ദുഃഖമുണ്ട്, അതുപോലെ കുന്നുണ്ടോ, കുഴിയുണ്ട്. അതുപോലെ ആ ഇല ധരിച്ചു കഴിഞ്ഞാൽ ഈ അപസ്മാരം പോലത്തെ അസുഖങ്ങളൊക്കെ വേഗം ഒതുങ്ങി ശമനാവട്ടെ. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ അറിഞ്ഞു വേണം ആരാധിക്കാൻ. ഇവിടെ അവിടെയും തൊഴണം എന്നാ. ശരിക്കും അവിടുത്തെ ദുർഗയും ഇവിടുത്തെ മഹാദേവനും ചൈതന്യ ബന്ധമുണ്ട് എന്നാ പറയുന്നത്. അത്രയും ഒരു ബന്ധമുണ്ട്. ദുർഗ, അവിടുത്തെ ദുർഗ കടാമ്പുഴയത്തെ അതേ ദുർഗ, നാനദുർഗ ഓപ്പൺ ആണല്ലോ, കണ്ടല്ലോ, മഴ കൊള്ളണത്ര. അതാണ് സങ്കല്പം. ഇനി ആ പറഞ്ഞില്ലേ വാനപ്രസ്ഥം, മൂന്നാമത്തെ ആശ്രമം, അതാണ് സന്ധ്യ. ജീവിതത്തിന്റെ സന്ധ്യ എന്ന് പറഞ്ഞാൽ ഒരു 56 വയസ്സ് മുതൽ 70 വയസ്സ് വരെ നമ്മളിങ്ങനെ തീരുമാനിച്ചറിയപ്പോ നമ്മൾ ഏതാശ്രമത്തിലാണ്. കാരണം ഈ എല്ലാ ജോലിയിൽ നിന്നും നമ്മളെ ടയേർഡ് പറഞ്ഞ് ഒഴിവാക്കുമ്പോൾ നമ്മൾ ക്ഷണിച്ചിട്ടൊന്നുമില്ല. ടയേർഡ് എന്ന് വെറുതെ പറയാ. നല്ല ഓജസ്സൊക്കെ ഉണ്ടായിരിക്കും 56 വയസ്സില്. അപ്പോഴെങ്കിലും ഒരു 10 വർഷമെങ്കിലും ഇവൻ ആത്മീയത്തൂടെ പോട്ടെ, മതി ഈ പെൻപുഷറായിട്ടിരുന്നത് അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ പണി ചെയ്തത്. അതാണ് അതിന്റെ തത്വം. എന്നിട്ടോ അത് കഴിഞ്ഞാൽ വാനപ്രസ്ഥം. അതായത് അപ്പൊ ഗ്രന്ഥങ്ങളൊക്കെ അപ്പോഴെങ്കിലും ഒന്നുകൂടി സപ്താഹത്തിനൊക്കെ 7 ദിവസം പങ്കെടുക്കുക. ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സത്സംഗം കൂടുക, അതൊക്കെ ചെയ്യാം. അപ്പോ പാപങ്ങളെല്ലാം, കാരണം ഭാഗവത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തന്നമാമി ഹരിം പരം. നാമസങ്കീർത്തനം മാത്രം മതി സർവ പാപങ്ങളും തീരാൻ. അപ്പോ സന്ധ്യാമ്പോ, അതായത് സർവ പാപങ്ങളും തീരും. സന്ധ്യാമ്പോ ദീപാരാധന, ദീപങ്ങളെ കൊണ്ടാണ് ആരാധന, വെളിച്ചങ്ങളെ കൊണ്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോ പാപനാശം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ സായം സന്ധ്യ. ഇനി നട്ടപ്പാതിരയ്ക്ക് വന്ന് തൊഴുതാ മോശ പറഞ്ഞു. നട്ടപ്പാതിരയുടെ പ്രത്യേകത എന്താണെന്ന് പറയാം. നമ്മുടെ ജീവിതത്തിന്റെ നട്ടപ്പാതിര പറഞ്ഞത് 70 to 100 അത്രയ്ക്ക് ആവശ്യമേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെയാവും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരാൻ കഴിയുമോ? അയ്യോ എന്റെ ടീച്ചറെ എഴുന്നേറ്റ് ഇരിക്കാൻ വയ്യ, പിന്നെ എങ്ങനെ പാട് വരിക, ഇതിലും കൂടെ അയച്ചോളൂ കേട്ടോ എന്ന് പറയും. അതാണ് ഇത് വെക്കാൻ ഒന്നാമത്തെ കാരണം. ഇനിയിപ്പോ നോക്കിക്കോളൂ, നട്ടപ്പാതിരയ്ക്ക് നിങ്ങൾ ഇവിടെ വന്നു, തൊഴാൻ തീരുമാനിച്ചു. വീട്ടിൽ ഭയങ്കര വർക്കാണ്, ഒരു സമാധാനം ഇല്ല. അതേ ഇറങ്ങി ഇതാ വരുന്നു, മഹാദേവനെ തേടി വരിക. മഹാദേവൻ നട്ടപ്പാതിരയ്ക്ക് എങ്ങനെ ഇറങ്ങുക? ഭസ്മൊക്കെ അങ്ങനെ പൂശി. നമ്മളെ ഭസ്മാന്ത ശരീരല്ലേ, നമ്മുടെ സംസ്കാരം നോക്കൂ. ഹൈന്ദവന്റെ 6 അടി മണ്ണ് പോലും എനിക്ക് വേണ്ട, അത്രയും ത്യജിക്കുക ഒക്കെ എനിക്ക് വേണ്ട പറയുന്ന സംസ്കാരം. നമ്മുടെ ഈ ശരീരം ഉണ്ടല്ലോ, മരിച്ചു കഴിഞ്ഞാല് നിലത്തിറക്കുക എന്ന് പറയില്ലേ. നിലത്തിറക്കുമ്പോ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോ എന്തിനാ ചെരുപ്പിടാക്കുന്നതെന്നറിയോ? നമ്മുടെ ശരീരത്തിന് ഭൂമിയുമായി സ്പർശനം ഉണ്ടായിരിക്കണം. മഹാക്ഷേത്രങ്ങളിലെ പ്രദക്ഷിണ വഴി നോക്കൂ, കരിങ്കല്ല് അല്ലെങ്കിൽ ചെങ്കല്ല് കൊണ്ടായിരിക്കും. അച്ഛാ ഈ അക്യൂപഞ്ചർ എന്നുള്ള ചികിത്സയാണ് അതിൽ ചവിട്ടി നടക്കുമ്പോൾ ഉണ്ടാവുന്നത്. നല്ലൊരു ചികിത്സ. കാരണം കാലിന്റെ അടി ഭൂമിയുമായി സ്പർശം ഉണ്ടാവണം. കാരണം ഈ ശരീരം ഭൂമിയിലേക്ക് ചേരേണ്ടതാണ്. ഭൂമിയിലേക്ക് അവിടെ ഇറക്കി കിടത്തും. മരിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആശ്വാസമായിട്ട് കിടക്കും. 5 വായുക്കളുണ്ട്, ഒരു വായു പോവില്ല. അത്ര എല്ലാവരും മുന്നേ കാണാനുള്ളവരൊക്കെ വരുന്നുണ്ടോ നോക്കാൻ അവിടെ അങ്ങനെ ഉണ്ടാവും. 5 വായു പോവില്ല, ഒരു വായു അവിടെ ഉണ്ടാവും. ഇങ്ങനെ കിടന്നേ അപ്പൊ നമ്മൾ ഭൂമിക്ക് സമർപ്പിച്ചു. പഞ്ചഭൂതങ്ങളിൽ ഒന്നായ ഭൂമിക്ക് സമർപ്പിച്ചു. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞെടുത്ത് കുളിപ്പിക്കും, അല്ലെങ്കിൽ നനഞ്ഞ കച്ചേരി പൊതിയും ജലത്തിന് സമർപ്പിച്ചു.
അത് കഴിഞ്ഞിട്ട് ആ ചിതയിൽ അങ്ങോട്ട് കൊണ്ടുവയ്ക്കും. വായുരനിരോധമതേദം ഭസ്മാന്തം ശരീരം കൃതോ സ്മര കൃതം സ്മര കൃതോ സ്മര കൃതം സ്മര. വായുവും മറ്റും ആയി പഞ്ചഭൂതങ്ങളായി മാറാൻ പോകുന്ന എന്റെ ഈ ശരീരത്തിൽ കൊണ്ട് ഹേ ഭഗവൻ, ഞാൻ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ആത്മാവിനെ ആ നേർവഴിക്ക് നയിച്ചാൽ ഇന്ന് ആ ചുടലയിൽ കൊണ്ടുവയ്ക്കുമ്പോ, ആ ചിതയിൽ വെക്കുമ്പോ നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കത്രേ. അതിനാണ് ഒരു വായു പോകാതെ നിൽക്കുന്നത്. ഈ ചിതയിൽ വെക്കുമ്പോൾ നമ്മുടെ ശരീരം അഗ്നിക്ക് സമർപ്പിക്കുക. ആ സമയത്ത് നമ്മുടെ ശരീരം കത്തി ഒരു പിടി ഭസ്മാന്തം ശരീരം ഒരു പിടി ഭസ്മമായി മാറുമ്പോ നമ്മളെ ശരീരം വായുവായി ആകാശമായി അങ്ങോട്ട് ലയിക്കുന്നു. കണ്ടു, ഹൈന്ദവന്റെ സംസ്കാരം എത്ര വലുതാ. ഈ നട്ടപ്പാതിരയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ചുടലയിലെ ഭസ്മം എടുത്ത് ഉത്തർപ്രദേശില് നോർത്ത് ഇന്ത്യയിൽ പോയ കാശി വിശ്വനാഥൻ എന്നാ പറയാ, ആ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ഓരോ വ്യക്തികളും പോകുമ്പോ മരണം കഴിഞ്ഞാൽ ഈ ചുടല ഭസ്മത്തുനിന്ന് ഒരു പിടി കൊണ്ടുപോട്ടെ. എന്നിട്ട് ആ മഹാദേവന്റെ ലിംഗത്തിലൂടെ അഭിഷേകം ചെയ്ത അതിന് മോക്ഷം കിട്ടിയെന്ന് അവരുടെ സങ്കല്പം. നമ്മളവിടെ അത് ചെയ്യില്ല. അപ്പോ ഈ ചുടലയിൽ പോയി ഭസ്മം തേച്ചിട്ട് ചുടല ഭദ്രകാളിയോടൊപ്പം നൃത്തമാടുന്ന സമയമാണ് നട്ടപ്പാതിര. അത് കണ്ടാലോ അപ്പൊ തന്നെ നമ്മളെ കാറ്റ് പോവില്ലേ? അത്രയും ഭയങ്കരമായ ഘോരമായ രൂപ. ഭദ്രകാളിനെ ഒന്നും ചിന്തിക്കാൻ വയ്യ, അത്രയും ആണ്. ഭദ്രം കരോതി ഇതി ഭദ്രകാളി. നമ്മുടെ തട്ടകത്തമ്മ എന്തുകൊണ്ടാ ഭദ്രകാളിയായിട്ട് ആലിക്കലമ്മ വിളങ്ങുന്നത്? ഒരു ദേശത്തെ മുഴുവൻ, ഒരു ദേശമല്ല ഒരുപാട് ദേശങ്ങളുണ്ടില്ലേ, അത്രയും തട്ടകത്തുള്ള എല്ലാ ദേശങ്ങളെയും കാത്തു സൂക്ഷിക്കാൻ രാത്രി മഹാദേവനോടുകൂടി പുറത്തിറങ്ങി നടക്കുന്നത് കൊണ്ടാണ് തട്ടകത്തമ്മയായി ഭദ്രകാളിയെ വെച്ചിരിക്കുന്നത്. ഭദ്രം കരൂരി ഇതി ഭദ്രകാളി. ആ നട്ടപ്പാതിരയ്ക്ക് അവിടെ മഞ്ചല് മൂളാതെ പോയ കടലിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. വലിയ ശക്തിയാ. നമ്മൾ അറിഞ്ഞ് ആരാധിച്ചാലുണ്ടല്ലോ ആ തട്ടകത്തമ്മ തന്നെ അനുഗ്രഹിച്ച് നമുക്ക് മഹാദേവിനെ ഇവിടെ ഉയർത്താൻ കഴിയും. കാരണം ശിവൻ തന്നെയാണ് ആര്? ഭദ്രകാളിയും. 3 കണ്ണുകളുണ്ട്. മഹാദേവന്റെ 3-ാം കണ്ണ് തുറന്നാൽ നമ്മൾ ഭസ്മാവെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അഗ്നിയാണ് അതിന്ന് വരുന്നത്. ഈ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് ഈ 5 തലകളിൽ നിന്ന് വരുന്നത്. ഇങ്ങനെ ഇവിടെ വന്ന് അറിഞ്ഞ് നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങിയാല് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉയരാൻ കഴിയും. ആത്മീയമായും ഭൗതികമായും ഉയരാൻ കഴിയും. കാരണം ലൗകികൻ ആത്മീയതയിലേക്ക് വരണമെങ്കിൽ പ്രാരബ്ധം അനുഭവിക്കണം. ഒരുപാട് കഷ്ടപ്പാടല്ലേ? ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ ഇരുന്നു 1.5 മണിക്കൂർ, 11:30 മണിയായി. 1.5 മണിക്കൂറായിരുന്നു, നിങ്ങൾ അറിഞ്ഞോ? ഇല്ലല്ലോ. ഇവിടെ ഇപ്പൊ 1.5 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും വേദന നിങ്ങൾ അറിഞ്ഞോ? ലൗകികരെല്ലാവരും ഒന്നുകിൽ മാനസികമായി അല്ലെങ്കിൽ ശാരീരികമായി വേദനകൾ, അസുഖങ്ങളുള്ളവരാ. മുട്ടുവേദന, കാലുവേദന, അല്ലെ? എവിടെ നോക്കിയാലും വേദന. ഈ പാർട്സ് ഒക്കെ തേഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഒരു വണ്ടി കുറെ കഴിഞ്ഞാൽ കേടുവരും പോലെയാണ്. അപ്പോ ഇതൊന്നും അറിയാതെ നിങ്ങൾ അങ്ങനെ ഇരുന്നില്ലേ ലയിച്ചിരിക്കാൻ എന്താണെന്നറിയോ? യം ഭാവം സ്മരൻ. നിങ്ങൾ ഏതൊരു ഭാവം ആണോ ചിന്തിച്ചിരുന്നത്, ഇതുവരെ നിങ്ങളുടെ മനസ്സിന് മുന്നിൽ മറ്റേ മഹാദേവനായിരുന്നു. എങ്ങനെയെങ്കിലും ഇവിടെ ഒരു മാതൃസമിതി ഉണ്ടാക്കണം, മഹാദേവന്റെ അമ്പലം ഉയർത്തിക്കൊണ്ടുവരണം. ഞങ്ങൾ ഇത്രയും ആൾക്കാർ ഈ ദൂരങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഈ റോഡൊന്ന് ശരിയാവണം. ഇതൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങളല്ലേ. അപ്പൊ മഹാദേവൻ അത് കണ്ടറിഞ്ഞ് നിങ്ങളെ ഇവിടെ വിളിപ്പിക്കുക. ഒരിക്കലും ആ വിളി നിങ്ങൾ നിരസിക്കരുത്. കാരണം വില്ലുമംഗലം സ്വാമി കൃഷ്ണൻ വികൃതി കാണിച്ചപ്പോ ഇങ്ങനെ പുറം കൈ കൊണ്ട് മാറ്റി നിർത്തിയത്രേ. വില്ലുമംഗലം നമ്മുടെ മലപ്പുറം ജില്ലക്കാരനാ. പുറം കൈ കൊണ്ട് തിരിഞ്ഞു. ദേവാലയത്തിന് പോകുമ്പോൾ വികൃതി കാണിക്കാത്രേ. ഇവർക്കും പൂജാപുഷ്പത്തിക്ക് മൂത്രം വെച്ചപ്പോ ദേഷ്യം വന്നിട്ട് കൈയോട് എത്ര കണ്ട് ക്ഷമണ്ടെന്ന് പരീക്ഷിച്ചതാ ഭഗവാൻ. ഇങ്ങനെ മാറ്റി നിർത്തിയത്രേ. പുറം കൈ കൊണ്ട് തട്ടരുത് എന്നാ. പുറം കൈ കൊണ്ട് മാറ്റി നിർത്തിയപ്പോ പറഞ്ഞത്രേ, ഇനി ഇന്നെ കാണണമെങ്കിൽ അനന്തങ്കാട്ടിക്ക് വന്നോളൂ, ഞാൻ പോവുകയാണ്. ഏതാ ഈ അനന്തങ്കാട് അറിയോ? അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം. ഇറങ്ങി പോയി കണ്ടുപിടിച്ചു സ്വാമിയാര്. ഇപ്പോഴും വില്ലുമംഗലം സ്വാമി ആരുടെ കുടുംബത്തിലുള്ള കുട്ടികളാണ് അവിടെ പുഷ്പാഞ്ജലി കഴിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അറിയണം, അറിഞ്ഞാരാധിക്കണം. മലപ്പുറം ജില്ലയിൽ ജനിച്ച് ജീവിച്ച് ആത്മീയതയിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തിയവരാണ് നാരായണീയം രചിച്ച മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്. മേൽപ്പത്തൂര് ഇല്ലം ഇവിടെ അറിയാലോ, ചന്ദനക്കാവിനടുത്ത്. പിന്നെ പൂന്താനം, പെരിന്തമണ്ണ പോയിണ്ടോ? പൂന്താനം ഇല്ലൊക്കെ നിങ്ങൾ ഇവിടെ അമ്പലത്തിൽ നിന്ന് ഒരു പിരിപ്പ് വെച്ചിട്ടാണ് പോവും. ആദ്യം അങ്ങാടിപ്പുറത്ത് തൊഴണം, പിന്നെ ഇടത്തോർത്ത് അമ്പലത്തിലും തൊഴുതിട്ട് പൂന്താനം തിരുമേനിയുടെ അവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, ഇപ്പുറത്ത് ഇല്ലുണ്ട്. ഗുരുവായൂർ ദേവസ്വം എടുത്തെന്നു അവിടെയൊക്കെ പോയി ഇങ്ങനെ കാണണം. ഭഗവാന സ്വർഗാരോഹണി ഉടലോടെ പൂന്താനം തിരുമേനി പറയാത്രേ, അതേ 90 കൊല്ലായി, 90 വയസ്സ് വരെ ഞാൻ എത്ര നാമം ജപിച്ചു എന്റെ കൃഷ്ണ, എനിക്ക് ഗുരുവായൂർക്ക് വരാൻ വയ്യാലോ, ഒന്ന് ഇന്നെ കൊണ്ടുപോയി കൂടെ, എന്നാ കൊണ്ടുപോകണം. അപ്പൊ സ്വപ്നത്തിൽ ദർശനം കൊടുത്തു അത്രേ. നാളെ രാവിലെ ഞാൻ വരൂ കേട്ടോ പൂന്താനം നിങ്ങളെ കൊണ്ടുപോവാന്, ഹോട്ടലോടെ സ്വർഗത്തേക്ക് കൊണ്ടുപോകണം എന്നായിരുന്നു ഇത്ര ആഗ്രഹം. അപ്പോ ഉമ്മർപ്പടിയിൽ പോയി നോക്കും. ആ 4 കെട്ടൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. ഉമ്മർപ്പടിയിൽ പോയി നോക്കും. കൃഷ്ണൻ എന്താ വരാത്ത? ആർത്തിക്കല്ലേ പോയി. ആ ഒരു ബേജാറാണ് നമുക്ക് ആരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ ഒരു പ്രശ്നം. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത്ര, കൃഷ്ണൻ ഇന്ന് വരും, ആരെങ്കിലും എന്റെ കൂടെ പോരുന്നോ? ഞാൻ വൈകുണ്ഠത്തേക്ക് പോവാ. ആൾക്കാർ വിചാരിച്ചിട്ട് 60 അത്തുമ്പൂത്ത് എന്ന് പറയുമ്പോൾ പ്രാന്താച്ചിട്ട്. അപ്പോ ബാലികാർത്തി നല്ല ഭക്തി ഉണ്ട്, അതാണ്
അടിച്ചു തളീനക്കാരീനെ അത്ര ഭഗവാൻ ഏറെ ഇഷ്ടം. നിയമം അങ്ങനെ അടിച്ചു തളിച്ചാലല്ലേ തിരുമേനി ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോ ആ അവിടെ ദാസിയായിട്ട് വർക്ക് ചെയ്യുന്ന ആ ചേച്ചി പറഞ്ഞത്രേ, ഞാൻ വരുന്നുണ്ട്, എന്നാ പോരൂന്ന് പറഞ്ഞത്രേ. ഈ ഭഗവാൻ എന്താ വന്നിട്ടോ, അതാ വിമാനത്തിൽ ആരും കാണുന്നില്ലേ, ഭഗവാൻ എന്താ വന്നിട്ടോ, വിമാനത്തിൽ ഇറങ്ങിക്കണ്ണുട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പൂന്താനം തിരുമേനി പുറത്തേക്ക് വന്നപ്പോ ഈ സ്ത്രീ ഓടി വന്നുത്രേ. അപ്പൊ തന്നെ അത് മരിച്ചു പോകുന്നു. അത് ഉടലോടെ സ്വർഗത്തേക്ക് പോകാനുള്ള കഴിവായിട്ടില്ല. അപ്പോ ആ വിമാനത്തിലേക്ക് ആ കയറിയ സ്ഥലമൊക്കെ ചതുരായിട്ട് തന്നെ വെച്ച് കൃഷ്ണനെ വെച്ചിട്ടുണ്ട് അവിടെ. തിരുമേനിയുടെ ഉടലും ആരും കണ്ടില്ല അത്രേ. ആ പുഷ്പക വിമാനത്തിലും കയറ്റി ഭഗവാൻ അങ്ങോട്ട് കൊണ്ടുപോയി ഉടലോടെ സ്വർഗത്തേക്ക് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് പൂന്താനത്തിനെ കൃഷ്ണൻ കൊണ്ടുപോയി. മേൽപ്പത്തൂര് ഇവിടെ കാളീഭജനം നടത്തി ഗുരുവായൂർ പോയി ഇരുന്നിട്ട് നാരായണനെ രചിച്ചു, മോക്ഷം നേടി. വില്യമംഗലം സ്വാമി മോക്ഷം നേടി. ഇതൊക്കെ കഴിഞ്ഞ് തുഞ്ചത്തൊരു എഴുത്തച്ഛനുണ്ട്, എഴുത്തച്ഛൻ ഒബീസിയ എഴുത്തച്ഛന്മാരെന്ന് പറയില്ലേ, അങ്ങനെയുള്ളവര് പോലും വേദം പഠിച്ച് ആ വേദ തത്വങ്ങൾ ഈ രാമായണമായി മലയാളത്തിലേക്ക് നമുക്ക് എഴുതി തന്നെങ്കിൽ എന്തൊക്കെയാ അതിൽ പറയുന്നത്. നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ. ഈ സംസാരം നിസ്സാരമാണ്. 50 വർഷം എത്ര വേഗം കഴിഞ്ഞൂലേ. എന്നെ ഇപ്പൊ കല്യാണം കഴിച്ച്, എന്നെ ഇപ്പൊ കുട്ടികളുണ്ടായി, എന്റെ മകളെ കല്യാണം കഴിപ്പിക്കാറായി, മോന് 20 വയസ്സായി, എന്റെ എല്ലാ പ്രാരാബ്ദവും തീർന്നു. ഇത്രയൊക്കെ ഉള്ളൂ ജീവിതം. 50 അടുക്കാറായി എന്ന് ഞാൻ വിചാരിക്കും. അപ്പോഴാണ് ഈ നിസ്സാരമാണ് തോന്നുന്നത്. പിന്നെയോ അതില് സത്സംഗം ചെയ്തോ, അത് മാത്രമേ അവിടെ എടുക്കൂ. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ചുടലയിൽ ചെന്ന് കൊണ്ടുപോയി വെക്കുമ്പോ പ്രാർത്ഥിക്കുമ്പോ എന്താ പറഞ്ഞ, ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾക്കനുസരിച്ച് എന്റെ ആത്മാവിനെ അങ്ങോട്ട് നയിച്ചാലും. ഇപ്പൊ 2 കോളം ഉണ്ടാത്രേ. അപ്പൊ ഈ കോളത്തിൽ നിറഞ്ഞുണ്ടാവും ഈ പ്രാരാബ്ദം തന്നെ. അമ്പലത്തിൽ വരെ എന്താ, എല്ലാവരും ലൗകികരാ നമ്മള് അല്ലെ. സന്യാസിമാർക്ക് അമ്പലത്തിൽ പോണ്ടല്ലോ. നമുക്ക് ആത്മീയമായ ഒരു ഉയർച്ച കൂടി വേണം. ലൗകിക സുഖം മാത്രം പോരാ. എല്ലാവരും ഭൗതിക സുഖത്തിനാവും, മുട്ടറക്കും, വണ്ടി മുട്ടാതിരിക്കാനാവും, അത് പുഷ്പാഞ്ജലി കഴിക്കും, അങ്ങനെ പല വഴിപാടുകളും ചെയ്യും. പൂവളമാല ചാർത്തും, ഭഗവാന് വേണ്ടിയിട്ട് ധാര കഴിക്കും, പിൻവളക്ക് വെക്കും, ഇതൊക്കെ നമ്മള് സാധിക്കും. പക്ഷെ ആ കൂട്ടത്തില് ഭഗവാനെ എനിക്കൊന്നും വേണ്ടാട്ടോ, എന്തേ വേണ്ടൂ, ഭക്തി മാത്രം മതി എന്ന് പറയാ. എനിക്ക് എന്നും ഇന്ന് വന്ന പോലെ നാളെയും വരാൻ കഴിയാ, നാളെ വരും പോലെ മറ്റന്നാളും വരാൻ കഴിയാ. ഇന്നിവിടെ ഇരുന്നിട്ട് എനിക്ക് ഓം നമഃ ശിവായ 21 ജപിക്കാൻ കഴിഞ്ഞുള്ളൂ. അടുത്ത ആഴ്ച വന്നാൽ എനിക്ക് ശിവാഷ്ടകം ചൊല്ലാൻ പറ്റണം. അടുത്ത ആഴ്ച എനിക്ക് ശിവ അഷ്ടോത്തരം അർച്ചിക്കാൻ പറ്റണം. അതും കഴിയുമ്പോഴേക്ക് എനിക്ക് ഭഗവാനെ അങ്ങയുടെ സഹസ്രനാമം ചൊല്ലാൻ കഴിയണേ എന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കുക. അത് ചെയ്യാൻ നിങ്ങൾക്ക് ഉയരാൻ കഴിയും. ഇനി മരിക്കുന്ന സമയത്ത് ഒരു പ്രാർത്ഥന ഉണ്ടത്ര. കാരണം നമ്മളിങ്ങനെ കുറെ നടന്നു, പൂജിച്ചു, ജപിച്ചു, കുറെ ഗ്രന്ഥങ്ങൾ വായിച്ചു, അത് കഴിഞ്ഞിട്ട് അവസാനം പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? അനായാസേന മരണം വിനാ ദൈന്യേന ജീവനം ദേഹാന്തേ തവ സാന്നിധ്യം ദേഹിമേ പരമേശ്വരം. അർത്ഥം എന്താണെന്നറിയോ? അനായാസേന മരണം, ഹേ ശ്രീ പരമേശ്വര, ഞാൻ അനായാസേന പെട്ടെന്ന് മരിക്കുക. ഇങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് മരിക്കുക. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ അങ്ങോട്ട് ലയിക്കുക. മഹാബലി വീണ പോലെ പ്രദക്ഷിണം വെക്കാൻ ഇങ്ങനെ വന്നൂത്രേ. കൊള്ളക്കാരനാണ് മഹാബലിയുടെ ആദ്യത്തെ ജന്മം, മോഷ്ടാവാ, കള്ളനാ. അപ്പോ ഏത് വലിയ കള്ളനും ഒരു ഈശ്വര വിശ്വാസം ഉണ്ടാവുക. അപ്പൊ ഒരു ഭണ്ഡാരം ചേർത്താച്ചിരുന്ന് കുഞ്ഞതാത്രേ. നമസ്കരിക്കാൻ കുഞ്ഞതൊന്നുമല്ല, വഴുതി വീണു, നമസ്കരിച്ച് വീണ പോലെയാണ് മരിച്ചുത്രേ. അപ്പൊ അവിടെ ചെന്നപ്പോ 2 കോളുണ്ട്. അത് ചിന്തി നോക്കിയത്രേ. അപ്പൊ ഈ കോളം ഒരൊറ്റ പുണ്യുള്ളൂ, ഈ കോളം നിറഞ്ഞു. അപ്പൊ പറഞ്ഞത് ഒരു പുണ്യുണ്ട്, 5 മിനിറ്റ് ആ സ്വർഗത്തിൽ ഇരിക്കാനൊരു യോഗമുണ്ട്. ഏതാദ്യം ഉണ്ട്? ബുദ്ധിമാന്മാരല്ലേ കള്ളന്മാരെ? പറഞ്ഞത്രേ ആദ്യം ആ സ്വർഗ്ഗം പോരട്ടെ. അപ്പൊ അവിടെ പോയി ദേവേന്ദ്രനെ ഇരിക്കപ്പെടുന്നില്ലല്ലോ, നിങ്ങളെക്കാൾ യോഗ്യനായ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ കയറി ആയിരുന്നു. അപ്പൊ എന്താ അപ്പ വിളിച്ചു, ആരെവിടെ? ഞാൻ ദാനം ചെയ്യാൻ പോവുകയാണ്. എന്തൊക്കെയാ സ്വർഗത്തിലുള്ള? ഉച്ചൈശ്രവസ്, വലിയ കുതിര, ഐരാവതം, വലിയ ആന, കൽപ്പതരു വൃക്ഷം എല്ലാം ദാനം ചെയ്തു. 5 മിനിറ്റില്ലേ. അപ്പൊ ഇറങ്ങിക്കോളൂ, സമയം കഴിയാ മതി, ഇത്രയൊക്കെ മതി കൊണ്ട് വേറെ ഇറങ്ങിപ്പോന്നു. അവിടെ ചെന്നു യമകിങ്കരന്മാരെടുത്ത് അവിടെ കൊണ്ടുവന്ന് നിർത്തി. അപ്പൊ ധർമ്മരാജാവ് ചോദിക്കുക, അപ്പൊ എന്തൊക്കെ ചെയ്തു? ഇനി നിങ്ങൾ എന്റെ ആ കോളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ പറഞ്ഞത്രേ. അപ്പൊ തുറന്നപ്പോ 2 കോളും ബാലൻസ് ആയി. ഇത്രയും ദാനല്ലേ ചെയ്ത്. ദാനധർമ്മത്തിന്റെ മഹിമ. ഈ കൈയോണ്ട് കൊടുക്കുന്നത് ഈ കൈ അറിയട്ടെന്ന് മാത്രം. മറ്റൊരു സക്കാത്ത് കൊടുക്കുമ്പോ പറയില്ലേ, നമ്മളെന്താ ചെയ്യാ? അമ്പലത്തിക്ക് ഒരു പാത്രം കൊടുക്കണ്ടെങ്കിൽ അതിന്റെ പിന്നില് അല്ലെ കറാന്ന് പറഞ്ഞ് നമ്മളെ പേര് അല്ലെ മാധവൻ കുട്ടി. ഒരു ഗേറ്റ് വെക്കലുണ്ടെങ്കിൽ അവിടെ എഴുതും സമർപ്പണം ഇന്ന ജ്വല്ലറി. ആ ജ്വല്ലറി എന്ന് നിലനിൽക്കും. ഈ പറഞ്ഞ മാധവൻ കുട്ടീനെ ആർക്കെങ്കിലും അറിയോ? 2 തലമുറ കഴിഞ്ഞാൽ അവിടെ നാരായണന്ന് എഴുതിയാല് മാധവനും നാമം തന്നെ കേട്ടോ. അതിന്റെ ഒരു പുണ്യം ഉണ്ടാവും. എന്ത് കൊടുക്കുമ്പോഴേ ഒരു കഥ വരാറില്ലേ വാട്സപ്പില്? കുട്ടികൾ ഓടിക്കളിഞ്ഞ് കൊടി വരത്തുമ്പോ കയറിയത്രേ. അപ്പൊ പറഞ്ഞത് അവിടെ കയറണ്ടാട്ടോ, നമ്മളതല്ലാന്ന്. മഹാദേവനി പുലിയണവധി കാണാനില്ല. നോക്കിയപ്പോ കൊടിമരത്തിന്റെ അർത്ഥം നൂലാത്രേ. അപ്പൊ നോക്കിയപ്പോ പറയും അവിടെ കയറണ്ട, അത് നമ്മളതല്ല. തൊടുന്നതിനൊക്കെ പറഞ്ഞത്രേ ഇതൊന്നും നമ്മളതല്ല, നീ അവൻ എഴുതി വെച്ചെന്ന് നോക്ക്, അതൊന്നും നമുക്ക് തന്നതല്ല, അവരെ പേരോട് കൂടി നിന്റേതാന്ന്
നമ്മളതാണെന്ന് പറഞ്ഞിട്ടേ കുറെ പശുക്കള്, മഹാഭാരതത്തിലൊരു കഥ ഉണ്ട്, ഒരു രാജാവാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അത്ര, ആ നിൽക്കുന്ന പശുക്കളൊക്കെ ഇല്ലേ ഞാൻ ദാനം കൊടുത്തതാണ്, കൊടുത്തുവോ? ഞാൻ കൊടുത്തു എന്നുള്ള ഭാവത്തിൽ കൊടുത്താൽ കഴിഞ്ഞില്ലേ, കൊടുത്താൽ അവിടെ തീർന്നു, പിന്നെ അത് പറയരുത് എന്നാ. അപ്പോ അങ്ങനെ ദാനം കൊടുക്കുക. ദാനധർമ്മത്തിന് ഒരുപാട് ശക്തികളുണ്ട്. നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് ഇല്ലേ, എന്തൊക്കെയാ അവിടെ കൊണ്ടുവന്നു കൊടുത്ത്. അപ്പൊ നമുക്കിവിടെ ചായ കുടിക്കാൻ ഒരു ഗ്ലാസ് വേണം. അന്ന് ആലിക്കിലേ പരിപാടി നടത്തുമ്പോൾ അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു എനിക്കൊരു 6 ഗ്ലാസ് വേണം, ഞാൻ പഠിക്കാൻ പോണ എന്റെ ആൾ 6 ഗ്ലാസ് വാങ്ങിക്കൊണ്ടു. അപ്പൊ ഞാൻ അതവിടെ കൊണ്ടു കൊടുത്തു. അപ്പൊ അത് കണ്ടപ്പോ വേറെ അമ്മ ചോദിച്ചു ഇതെന്താ, അപ്പൊ നമുക്ക് ചായ കുടിക്കാൻ ഗ്ലാസ് ഇല്ലല്ലോ. അപ്പൊ ആ അമ്മയും കൊടുത്തൊരു 12 ഗ്ലാസ്. കുറെ അമ്മമാര് കൊടുത്തിപ്പോ അവിടെ എത്ര പാത്രങ്ങളാ നമ്മൾ പോയി കാണുകയും ചെയ്യും. അപ്പൊ അമ്മമാര് കൊടുത്തതാ പല തുള്ളി പെരുവെള്ളം. നിങ്ങളിപ്പോ ഒരു മാർഗസമിതി ഉണ്ടാക്കിയെന്ന് കൂട്ടിക്കോളൂ. കാശാണ് മുന്നിൽ വേണ്ടത്. ഒരു പ്രസിഡന്റും ഒരു ഖജാൻജിയും ഒരു സെക്രട്ടറി ഉണ്ടാവും. അപ്പൊ ഈ ഖജാൻജി എന്ന് പറഞ്ഞാല് കാശ് കൈകാര്യം ചെയ്യാനുള്ള ആളാണ്. അപ്പോ നമ്മൾ വിചാരിക്കും ഇപ്പൊ ആ കാശ് എവിടുന്ന് ഉണ്ടാക്കുക, വലിയൊരു പ്രശ്നമാണത്. അപ്പോ ഞാൻ പറഞ്ഞു ഒരു ദിവസം ഒരു വീട്ടിൽ നിന്നും 1 രൂപ. നമ്മളെ വീട്ടിൽ പട്ടിണി ഇല്ലല്ലോ, ഭക്ഷണം ഉണ്ടല്ലോ, നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന തേവരുടെ കാര്യങ്ങൾ നടത്താൻ നമ്മൾ അധ്വാനിക്കുന്നത്, ശങ്കരാചാര്യ സ്വാമി പറയുന്നത് നിങ്ങൾ അധ്വാനിക്കുന്നതിൽ നിന്നും 4/1 ഭാഗം ദാനധർമ്മത്തിനായി നീക്കി വെക്കണം. ഒരു ദിവസം 1 പൈസ, അന്നൊക്കെ 1 പൈസ ഉണ്ട്, പക്ഷേ 4/1 നിങ്ങൾ കൊടുക്കണ്ട. പ്രാരബ്ധക്കാരാണെങ്കിൽ എന്ത് മതി, ഒരു ദിവസം 1 രൂപ. അന്ന് 1 പൈസയാണെങ്കിൽ ഇപ്പൊ 1 രൂപ, 1 രൂപയാണ് മിനിമം. അപ്പൊ ഒരു മാസം ഒരു വീട്ടിൽ നിന്ന് 30 രൂപ നമ്മളെങ്ങോട്ട് മാതൃസമിതി ഫണ്ടിലേക്ക് നീക്കി വെക്കും, അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിലേക്ക് നീക്കി വെക്കും. 100 വീടുണ്ടെങ്കിൽ എത്ര രൂപയെന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെയാണ് ഈ മുസൽമാൻ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഒരു കുറ്റം പറയല്ല, അവരുടെ ആ ഒരുമ. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ ഒരുമ, ഐക്യം, സ്നേഹം, സേവനം, ഇതിനു വേണ്ടിയിട്ടുണ്ടാക്കിയതാണ്. ഇതേപോലെ നിങ്ങൾ വീട്ടിൽ ഇത്ര ആൾ കൂടിയിരിക്കുവോ? ഇല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കല്യാണപ്പരയിൽ തലേസം കൂടും. അത് ഓഡിറ്റോറിയത്തിലാക്കിയതുകൊണ്ട് അതും ഇല്ല. കല്യാണത്തിന് ചെന്നാൽ താലി ഇങ്ങനെ കഴുത്തിക്ക് വെക്കുമ്പോഴൊക്കെ ഇതേ പോയി ചോറുണ്ട് നമ്മൾ പോരില്ല, ഒരു സംഗമവും ഇല്ല. പിന്നെ പുഴക്കടവിലാണ് കൂടിയത്. ഇപ്പൊ ആരും പുഴയിൽ കുളിക്കില്ല, മുറിക്കുളിയാണ്. പിന്നെ പീടിയലാ കുടിയിരുന്നത്, ചായപ്പൊടി. അപ്പൊ ആരും ചായ കുടിക്കില്ല, ചായയും കാപ്പി നന്നല്ല. ഇതാണ് അവസ്ഥ. അപ്പോ ഒരു കൂട്ടായ്മ ഉണ്ടായിട്ട് ഞങ്ങൾ എവിടുന്ന മോതിരമ്പന്റെ മഹാദേവന്റെ മാതൃസമിതിയാ ഒരു തിരുവാതിര ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കുക ഉണ്ടോ? ഒന്നുമില്ല അല്ലെ. ഒരു തിരുവാതിര ഒക്കെ, തിരുവാതിര ഉണ്ടല്ലോ, അതിലും വലിയ മഹത്വം. ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തന്റെ പിറന്നാളല്ലോ, കുട്ടിക്കണം പോൽ കുളിക്കണം പോൽ ഉണരുണരൂ ഭഗവാനേ. പണ്ടത്തെ തിരുവാതിരപ്പാട്ട് നമുക്ക് തുടിച്ച് കുളിക്കാൻ മുന്നിൽ തന്നെ പുഴയല്ലേ. നീരൊഴുക്കുള്ള ജലാശയങ്ങൾക്ക് മുന്നിലുള്ള ക്ഷേത്രങ്ങൾക്ക് ചൈതന്യം കൂടുതലാന്നാ പറയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് പറയാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യേണ്ട ടൈം കഴിഞ്ഞു. അപ്പോ മഹാദേവൻ തുടിച്ചു കുളിക്കുന്നതാണ്. ഭഗവാൻ കുളിക്കും കുളക്കടവിൽ എന്തെല്ലാം ആഘോഷമുണ്ട്, ഒട്ടുമുണ്ട്, കുരവയുമുണ്ട്, ആട്ടമുണ്ട്, പാട്ടുമുണ്ട്, ഇങ്ങനെ പോണ്ട്. എന്റെ അമ്മ രാമതോട് ചെമ്മലപ്പുഴയിൽ ഞങ്ങൾ തിരുവാതിര കുളിക്കുമ്പോൾ ചൊല്ലി തന്നിരുന്നതാണ്. ഒക്കെ മഹാദേവനെ സ്തുതിച്ചുകൊണ്ടുള്ള കാമദേവന്റെ പുലകുളിയാണ് എന്നാ പറയാ. തിരുവാതിരക്ക് 2 ആഴ്ച മുമ്പ് കുളി തുടങ്ങും. കാമദേവനെ കത്തിച്ചു. കാമല്ലാതെ സൃഷ്ടി നടക്കില്ലല്ലോ, പെണ്ണുങ്ങളൊക്കെ ബുദ്ധിമുട്ടിലായി. അപ്പോഴാണ് അവരെന്ത് ചെയ്ത് തുടിച്ച് കുളിച്ച് മഹാദേവനെ പ്രാർത്ഥിച്ച് കാമനെ പുനർജീവിപ്പിച്ചു എന്നാ പറയുന്നത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യാ, നേർത്ത നീട്ട് കുളിക്കുക, മഹാദേവനെ പ്രാർത്ഥിക്കുക, ഒരു സിസ്റ്റമാറ്റിക് ആയ ലൈഫ് ആവുക. അതായത് ഉച്ചവരെ കുളിക്കാതെ ഈ വിഴുപ്പും ചുമന്ന് നടക്കാതെ ഒരു രാവിലെ നീട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 8 മണിയുടെ ഉള്ളിലെങ്കിലും നിങ്ങളുടെ തിരുമ്പലും കുളിയൊക്കെ കഴിക്കുക. അതിന് മുമ്പേ അതിനുള്ള സമയം കണ്ടെത്തുക. ഒരു വഴിക്ക് പോകണമെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യണില്ലേ, അത് നമുക്ക് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നത്? നമുക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യണില്ല. നിങ്ങൾ കിട്ടുന്ന സമ്പാദ്യം നോക്കൂ, 10-ാം തീയതിക്കുള്ളിലൊക്കെ ബില്ലായില്ലേ, പത്ര ബില്ല്, പാല് ബില്ല്, ഓരോ ബില്ലുകളാ. പണമൊക്കെ എന്താവണോ, പേപ്പറുകളാവുന്നു. ഇത് മാസം ആവർത്തിക്കുന്നു. ഇതൊരു റിപ്പീറ്റേഷൻ അല്ലേ. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഇത്തിരിയെങ്കിലും ആത്മീയ ഉന്നതിക്ക് ശ്രമിച്ചിട്ടുണ്ടോ? യജ്ഞാനാം ജപയജ്ഞോസ്മി ഗീത പറയുന്നതാ. യജ്ഞം ഇപ്പൊ നടത്തേണ്ടത് എന്താ? ജ്ഞാനയജ്ഞങ്ങളാണ്. ജ്ഞാനയജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാകുന്നു. നിങ്ങൾ നാമജപം തുടങ്ങി നോക്കൂ. ആഴ്ചയ്ക്ക് ഒരു ദിവസം 30 തിങ്കളാഴ്ച, എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾ സഹസ്രനാമം ജപിച്ചു നോക്കൂ. സഹസ്രനാമം എത്തിയിട്ടില്ലെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക? ഓം നമഃ ശിവായ, അതെല്ലാവർക്കും അറിയാലോ. അത് കഴിഞ്ഞ അഷ്ടോത്തരം എന്ന് പറഞ്ഞാൽ ശിവ അഷ്ടോത്തരം ഉണ്ട്, ഒരു 20-15 രൂപയ്ക്കൊക്കെ കിട്ടും. അത് കഴിഞ്ഞ സഹസ്രനാമം. നിങ്ങൾ ശിവ സഹസ്രനാമം ഇവിടെ അർച്ചന ചെയ്താൽ പകുതി ദുരിതം നിങ്ങളുടെ കിട്ടും.
അർച്ചനയടക്കം അർച്ചനം വന്ദനം ദാസ്യം അർച്ചനം ചെയ്യാൻ ആ കൈകൾ കിട്ടിയിരിക്കുന്നത്. മഹാദേവനെ തന്നെ മുന്നിൽ നമ്മൾ വിളക്ക് വെച്ചിട്ട് അർച്ചന നടത്തില്ലേ, ആ ഇലയിൽ നമ്മൾ വെക്കുമ്പോ ആ ഇലത്തുമ്പിൽ മഹാദേവന്റെ പാദങ്ങളായിട്ട് ആ വിളക്കിൽ സ്ഥിതി ചെയ്യുന്ന ഉടലായിട്ട് ആ തണ്ടുമുകളിലായിട്ട് മഹാദേവന്റെ ശിരസ്സും നമ്മൾ ആ മനസ്സിൽ കണ്ടിട്ട് ഇങ്ങനെ ഓരോ പൂക്കളും എടുത്ത് ഈ ഹൃദയാരവിന്ദത്തിൽ ചേർത്ത് ഇങ്ങനെ അർച്ചിക്കുമ്പോൾ ഭഗവാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കും. അതിനുള്ളൊരു കഴിവ്, അതിനുള്ളൊരു അവസരം നിങ്ങൾക്ക് മഹാദേവൻ തരട്ടെ. നീ അതിന്റെ അർത്ഥം പറഞ്ഞു ഊഹിച്ചില്ല. അനായാസേന മരണം, പെട്ടെന്ന് മരിക്കണേ ഭഗവാനെ, എന്താ ഇങ്ങനെ കിടക്കരുത്, കിടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, നമ്മളെക്കായി ബുദ്ധിമുട്ടാ അല്ലെ, പൊക്ക ജോലിക്കാരാ. പിന്നെ വിനാ ദൈന്യേന ജീവനം, ഒന്നിനും രണ്ടിനും പോവാനെങ്കിലും ഒരാളെ ആശ്രയിക്കാനുള്ള ഇടവരരുത്. മറ്റതൊക്കെ ആശ്രയം ഉണ്ടാവും, ഭക്ഷണമൊന്നും നമുക്ക് വെക്കാൻ വെച്ചു എന്ന് വലിയ വയസ്സായ. പിന്നെയോ ദേഹാന്തേ തവ സാന്നിധ്യം, ഈ മരിക്കുന്ന സമയത്ത് ഹേ ശ്രീ പരമേശ്വര അങ്ങയുടെ സാന്നിധ്യം ഈ ദേഹത്തിൽ, ദേഹിമേ പരമേശ്വരം, ഈ ദേഹി ഈ ആത്മാവിനെ പരമേശ്വരനിലേക്ക് ലയിപ്പിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ ഒരു പ്രാർത്ഥനയോടുകൂടി വേണം നമ്മൾ ജീവിക്കാൻ. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്താ, എപ്പോഴും നോക്കിയാലും ഈശ്വര സ്മരണയോടുകൂടി കർമ്മം കർമ്മയോഗമായി ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ എന്ത് ജോലി ചെയ്യുമ്പോഴും അത് ഈശ്വരാർപ്പണമായിട്ട്. നാരായണീയത്തിലെ 6ാമത്തെ ദശകത്തിൽ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഈ ദൃഗ്ജഗന്മയവപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ നീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാധിപ നമോസ്തു നിരുന്ധിരോഗാൻ. കർമാവസാന സമയേ, കർമാവസാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും, ഇപ്പൊ യജ്ഞാണേലും ദാനമാണെങ്കിലും വീട്ടിലെ പണിയാണേലും ഒക്കെ കൃഷ്ണാർപ്പണം. രാജസൂയത്തിന് ഇച്ചിലെടുക്കുന്ന മുത്തശ്ശി കൃഷ്ണാർപ്പണം, ഓരോ ഇലയും കൃഷ്ണാർപ്പണമായിരുന്നു. അതുപോലെ ആയിരിക്കണം നമ്മുടെ സമർപ്പണം. നമ്മളത് ഇച്ചില എന്ന് പറയും. ഗുഹൻ കടിച്ചു നോക്കൂത്രേ, ഇത് മധുരണ്ടോ. ശബരി കടിച്ചു നോക്കൂത്രേ, ഇത് മധുരണ്ടോ. എന്നിട്ടാണേ ശ്രീരാമചന്ദ്രന് കൊടുത്ത് ഭഗവാൻ അത് കഴിച്ചില്ലേ, നമ്മൾ പറയുന്നത് ഇച്ചിലായി എന്ന്. രജസ്വലയായിരിക്കുന്ന പാഞ്ചാലി കൈ രണ്ടും മുകളിലേക്ക് കൂപ്പി ഇങ്ങനെ പിടിച്ചുത്ര. ആദ്യം കൃഷ്ണ രക്ഷിക്കണേ പറഞ്ഞപ്പോ പറയുന്നത് ഒരു സ്ത്രീയാ, എന്റെ വസ്ത്രാക്ഷേപം ചെയ്യണു, ഭഗവാൻ എന്താ അവിടെ ചിരിച്ചോണ്ടിരിക്കണേന്ന് രുക്മിണി ദേവി ചോദിച്ചുത്രേ. അപ്പൊ പറഞ്ഞിട്ടേ കൃഷ്ണൻ, ദേവി ഒന്ന് നോക്കൂ, ഒരു കൈ ഇപ്പോഴും ഇവിടെ അരയിലുണ്ട്, അവൾക്ക് പിടിച്ചു നിർത്താന്നൊരു വിചാരമുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ 2 കൈയും ഇങ്ങനെയാണ് ക്ഷേത്രത്തിന്റെ ആകൃതി. ഒരു മനുഷ്യൻ ഇങ്ങനെ തൊഴുത് നിൽക്കും പോലെ എത്ര നമ്മുടെ ക്ഷേത്രങ്ങളെ കണ്ടിട്ടോ, ഇങ്ങനെ മുകളിലേക്ക് ഒരു താഴികക്കൂടൊക്കെ ആയിട്ട്. ശ്രദ്ധിക്കണം നമ്മള്, നമ്മുടെ ഈ വലിയ വലിയ ഗോപുരങ്ങളിൽ ഇതൊക്കെ എന്തിനാന്ന് ചോദിക്കുന്നുണ്ട് പലരും. നമ്മുടെ എക്സസൈസാ, കഴുത്തിനുള്ള തൈറോയിഡ് ഉണ്ടാവാതിരിക്കാനുള്ള ഏറ്റവും നല്ല എക്സസൈസാണ് ഇങ്ങനെയുള്ള എക്സസൈസ്. ഇങ്ങനെ നോക്കണമെങ്കിൽ ഗോപുരം നോക്കി തൊഴണ്ടേ. അതാണ് നമ്മൾ മഹാദേവനെ പുറകിലങ്ങോട്ട് ചെന്ന ആ താഴെക്കുടത്തേക്ക് നോക്കിയിട്ട് ഒരു തൊഴലുണ്ടല്ലോ, അതാ ഇങ്ങനെ തൊഴണം എന്നാ പറയാ. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യാൻ ഭഗവാനെ എനിക്ക് തോന്നിപ്പിക്കണമേ. അതാണ് കർമാവസാന സമയേ. ഏത് കർമ്മ? ഈ ശരീരം മരിക്കും. വിധിച്ചിടുന്ന കർമ്മമൂടുമ്പോൾ പതിച്ചിടുന്നു ദേഹമോരിടത്ത്. നമുക്ക് വിധിച്ച കർമ്മം കഴിഞ്ഞാൽ നമ്മൾ മരിക്കും. അപ്പോ ഈ കർമ്മം എന്ത് ചെയ്യുമ്പോഴും അതെന്താവുക, ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം എന്ന് ഗീത പറയുന്നു, നാരായണീയം പറയുന്നു, എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നു. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തുല്യാണ്. ശിവപുരാണം കമ്മിറ്റിക്കാരന് വാങ്ങുക, അറിയണ പോലെ ഓരോരുത്തർ വന്നിരുന്ന് വായിക്കുക, ഏറ്റവും പുണ്യം. അവിടേക്കൊന്നും എത്തിയില്ലേലും നിങ്ങൾ ശിവ പഞ്ചാക്ഷരിയിൽ തുടങ്ങുക. ഏതെങ്കിലും ഒരു ദിവസം സന്ധ്യയ്ക്ക് 1 മണിക്കൂർ എല്ലാവരും ചേർന്നിരുന്നു ഓം ശിവായ. ആഴ്ചയ്ക്ക് ഒരു ദിവസം നിങ്ങളത് ചൊല്ലി നോക്കൂ. അങ്ങനെയാണ് ക്ഷേത്രത്തിനെ ഉയർത്താൻ കഴിയുള്ളൂ. കാരണം നാമം എന്ന് പറഞ്ഞ അഗ്നിയെ പോലെ അറിഞ്ഞു തൊട്ടാലും അറിയാതെ തൊട്ടാലും കൊള്ളൂ. ഇതിങ്ങനെ ചെന്നിരുന്ന് വിളിക്കുമ്പോഴേ ഒറ്റയ്ക്കൊരാൾ വിളിക്കും പോലെയല്ല. നിങ്ങൾ കൂട്ടമായി ഇവിടെ സന്ധ്യയാകുമ്പോൾ വന്ന ഒരു ദിവസം അങ്ങനെ പഞ്ചാക്ഷരി ജപിച്ചാലുണ്ടല്ലോ, ഓങ്കാരം കൂട്ടിയ നമശിവായ മന്ത്രം ചൊല്ലുമ്പോൾ ഭഗവാന് വിളി കേൾക്കാതിരിക്കാൻ കഴിയില്ല. കരുണാമയനാണ് മഹാദേവൻ. ഇതൊന്ന് വിളിക്കേ വേണ്ടൂ, ക്ഷിപ്രപ്രസാദിയാണ്. പക്ഷെ തുടങ്ങിയതൊന്നും നിങ്ങൾ നിർത്തരുത്. അപ്പോൾ ഭഗവാൻ വീണ്ടും അത് പ്രതീക്ഷിക്കും. അങ്ങനെ ആയിരിക്കാൻ വേണമെങ്കിൽ ഇവിടെ നാശങ്ങൾ സംഭവിച്ചത്. എന്ത് തുടങ്ങി വെച്ചോ. അപ്പൊ മാസത്തിലൊരു അർച്ചന, അഷ്ടോത്തരം മതി. ഒരു ഗണപതി അർച്ചന, 108 നാമം, 108 പൂക്കളെ വേണ്ടു. ഒരു പിടി പൂക്കളെ അത് ആവശ്യമുള്ളൂ. 108 പൂവെന്ന് പറഞ്ഞാൽ ഒരു കോലാശ്ലോകം തെച്ച് കിട്ടിയാൽ മതി. എത്ര പൂക്കളായി? പിന്നെ എന്താണ് ഗണപതി അഷ്ടോത്തരം, ഒരു
ദുർഗാ അഷ്ടോത്തരം അല്ലെങ്കിൽ പാർവതി അഷ്ടോത്തരം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ മഹാദേവിന്റെ ഒരു അഷ്ടോത്തരം. ഉപദേവതകൾ ഏതൊക്കെ വെച്ചാൽ അതൊക്കെ ചെയ്താൽ നല്ലതാ. അതിന് അരമണിക്കൂറേ വേണ്ടൂ. കാരണം അർച്ചനം ചെയ്തു തുടങ്ങുക. അപ്പൊ ഒരുപാട് അത്രയും വിളക്കുകൾ അങ്ങനെ കത്തി നിൽക്കുമ്പോ അത്രയും വിളക്കുകളിൽ മഹാദേവന്റെ ചൈതന്യം വന്ന് നിൽക്കും. ആ പൂജ കഴിഞ്ഞ് നിങ്ങൾ വിളക്ക് നീക്കി വെക്കുമ്പോഴാണ് മഹാദേവന്റെ ചൈതന്യം ഇവിടെ പോവുക. എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. അതിനുവേണ്ടി മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇനിയും ഉയരങ്ങളിൽ നിങ്ങൾ എത്തട്ടെ. ആദ്യം നിങ്ങളുടെ വഴി ശരിയാവട്ടെ. എല്ലാവരെയും ഭഗവാൻ ഇനിയും ഒരുപാട് സത്സംഗങ്ങൾ കേൾക്കാൻ അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടാ? ചിലർക്ക് പല സംശയങ്ങളും ഉണ്ടാവും. നമുക്ക് ആചാര്യന്മാർ വരും. ഞാനൊക്കെ ചെറുപ്പത്തിൽ അനുഭവിച്ചതാ. കുറെ സംശയമൊക്കെ ചോദിക്കണമെന്നുണ്ടാവും. പക്ഷെ അവരെയൊക്കെ സമർപ്പിക്കുകയൊക്കെ ചെയ്യും. സംശയം ഉണ്ടോന്നൊക്കെ ചോദിച്ചു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റിട്ട് അവർ പോയിട്ട് അപ്പുറത്ത് കൂടെ പോയിണ്ടാവും. നമുക്ക് കാണാൻ പോലും അവരെ കിട്ടില്ല. നമ്മുടെ സംസ്കാരത്തിലെ ഏറ്റവും വലിയ അധപ്പതനത നമുക്ക് ചോദ്യം ചെയ്യാൻ അവകാശം കിട്ടാതെ പോയി. അർജുനൻ എന്താ ചെയ്യുന്നത്? ഒരു മതത്തിലും പറയുന്നത് പോലെ നമ്മുടെ മതം പറയുന്നില്ല. ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിന്ന് ഹൈന്ദവൻ പറയുന്നില്ല. അർജുനൻ ക്രോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ. ഗീത എടുത്തു വെച്ച ലോകം മുഴുവൻ ഇപ്പൊ ഗീത പഠിപ്പിക്കുക. അമേരിക്കയിൽ ഒരു പേപ്പറാണ് ഭഗവത്ഗീത. ഗീതയിലെ ശ്ലോകം ചൊല്ലാൻ പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കറിയില്ല. ഗുരുനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭക്ഷ്യമപീഹ ലോകേ. ഇങ്ങനെ ശ്ലോകങ്ങളാണ് ചൊല്ലുമ്പോഴല്ലോ നമുക്കൊരു വൈബ്രേഷൻ വരും. ഈ ശ്ലോകങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെ ജീവൻ ഇങ്ങനെ തുടിക്കുത്രേ. പൊട്ടിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു പൊട്ടിച്ചിടുന്നു ജീവനും. അതാണ് ഈ സപ്താഹത്തിൽ ഈ ശ്ലോകങ്ങൾ അങ്ങനെ കേൾക്കുമ്പോഴേ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഇവിടെ വന്നാൽ തന്നെ നിങ്ങൾ എല്ലാരും കൂടി ഹര ഹര മഹാദേവ, ഹര ഹര ശിവശങ്കര, ശംഭോ ശിവശങ്കര എന്നിട്ട് വിളിച്ച നമ പാർവതീപതയേ നമ എന്ന് പറഞ്ഞ എന്തായാലും കണ്ടു തുറക്കട്ടെ. കാരണം പാർവതീനെ വലിയ ഇഷ്ടമല്ലേ. പാർവതീനെ പറഞ്ഞ അപ്പോ ആരൊക്കെ വിളിക്കാൻ വന്നിട്ട് ഒന്ന് കണ്ണു തുറന്നു നോക്കും. അങ്ങനെ നിങ്ങൾ ഇവിടെ വന്നിരുന്ന് ജപിച്ച് ക്ഷേത്രം ഉയരുക എന്നുള്ളതിലപ്പുറം നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ആത്മാവും ഉയരും. നിങ്ങളുടെ ആധ്യാത്മികമായ ഉയർച്ച ഇവിടെ നിന്ന് സംഭവിക്കും. കാരണം നമ്മളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രമാണ് നമ്മൾ ആദ്യം നന്നാക്കേണ്ടത്. ഇവിടെ നിന്നും പോവാതെ ശബരിമലയ്ക്ക് ചെന്ന ക്യൂ നിന്നാലും മതിയാവില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ആദ്യം എന്ത് ചെയ്യും? അമ്പലം ചുറ്റാൻ പോകും. എന്തുകൊണ്ടാ? അമ്പലം ചുറ്റി ഇവിടെയൊക്കെ ഉള്ള ദേവന്മാരെ തൃപ്തിപ്പെടുത്താതെ അങ്ങോട്ട് ചെന്നാൽ അവിടെ ക്യൂ തന്നെയാണ് ഉറപ്പാ. ഗുരുവായൂർക്ക് പോയോക്കും ഇവിടെ തൊഴാതെ ആദ്യം ഇവിടെ വന്ന് തൊഴാ. വെള്ളിയാഴ്ച ഇവിടെ തൊഴുതിട്ട് ഞായറാഴ്ച ഗുരുവായൂർ ചെന്നാലോ നമ്മൾ അറിയുന്ന ഒരാളെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ വേഗം ക്യൂ അവിടെ നീങ്ങി പോകും. എന്താണെന്നറിയില്ല. അപ്പൊ വൈശാഖത്തിന് ഏറ്റവും തിരക്കല്ലേ. സ്കൂള് തുറക്കട്ടെ, ഞാൻ പറഞ്ഞു സ്കൂള് തുറക്കട്ടെ, കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകും. മഴയും ഒന്ന് മുറുകും. അപ്പൊ എന്ത് വൈശാഖത്തിൽ മഴയും കൊണ്ടുകൊണ്ട് തൊഴണം ആ കൊട്ടിയൂരൊക്കെ. അപ്പോൾ ഞങ്ങൾ പോയി തിങ്കളാഴ്ച. അവിടെ ചെന്നപ്പോ 9 മണിക്ക് ശേഷം മോളെ ഓഫീസിക്ക് പറഞ്ഞാച്ചിട്ടാ പോണത്. 9 കാലൊക്കെ അതിന് പോയത്. 10:30 അവിടെ ക്യൂല് കയറാം. കുളത്തിലിറങ്ങി നമ്മൾ കയ്യും കാലും കുളിക്കണം എന്നാ ശരിക്ക്. ആ രുദ്രതീർത്ഥത്തിൽ കയ്യും കാലും മുഖവും ശുദ്ധമാക്കിയിട്ട് വേണം നമ്മൾ കയറാൻ. ഇവിടെ ബൈക്കുമ്പോൾ പോയാലും അശുദ്ധിയൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ 9 തുളയിന്ന് വരുന്നതൊക്കെ അശുദ്ധി തന്നെയാണ്. അപ്പോൾ കയറി ക്യൂല് നിൽക്കണോ? ക്യൂ ആ തെക്കേ നടക്കിലാണെങ്കിൽ നിൽക്കണ്ട, ഊണ് കഴിച്ചിട്ട് ക്യൂ നിൽക്കാന്നാണ് ഭർത്താവ് പറഞ്ഞത്. എനിക്ക് പോകണം എന്നിട്ട് മതിയെന്നുണ്ടായിരുന്നു ആഗ്രഹം പോലെ. ആ 10:30 ക്യൂല് കയറി നിന്നു. ഒരു 2 മണിക്കൂർ. 11 മണിക്ക് ആ ഉച്ചപൂജയൊക്കെ അടച്ചതുകൊണ്ട് അല്ലെങ്കിൽ അത്രയും നേരം വേണ്ട. അത്രയും തിരക്കുണ്ടാവില്ല. ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ സാധാരണ അവരിങ്ങനെ ഉന്തി പറഞ്ഞാക്കില്ല. ഉരുളിയുടെ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ കൃഷ്ണ ഇങ്ങനെ താമരയുടെ ഉള്ളിൽ ഇരിക്കുന്ന പോലെ ഒരു കയ്യിൽ വെണ്ണ. അപ്പൊ ആ കുറെ നേരം ഞാൻ അവിടെ നിന്നിട്ട് ഇതിന്റെ കുറെ കാര്യങ്ങൾ ഞാൻ അങ്ങനെ ജപിക്കും. ഇങ്ങനെ സ്തോത്രങ്ങളാട്ടോ ചൊല്ലുക. ഭാഗവതത്തിലെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലിയിരുന്നു. അപ്പൊ ഈ സ്ത്രീ പറയണേ, അതെ ഇന്ന് താമരക്കണ്ണനാണ്, കയ്യില് വെണ്ണുണ്ട്, അടുത്ത് ചെന്ന് ചോദിച്ചാൽ തരും, പതുക്കെ ചെന്ന് ചോദിച്ചോളൂ. അങ്ങനെ പറയുമ്പോ തന്നെ ഒരു സമാധാനല്ലേ. ഞാൻ പറഞ്ഞു കിട്ടിയ മാതിരിയായി പറഞ്ഞു. കാരണം അവിടെ നിന്ന് ചീത്തയൊന്നും കേൾക്കാറില്ല. നേരെ വന്നു അവിടെ നിന്നിട്ട് കുറെ നേരം തൊഴുതു. തിരക്കില്ല, സുഖമായിട്ട്. അതാണ് ഭഗവാന്റെ അടുത്ത് പോകണം എന്നു കരുതി. അത്രേ ഉള്ളൂ. ഏറ്റവും വേഗതയുള്ള വാഹനം ഏതാ? നിങ്ങളെല്ലാരും ഇപ്പൊ ഗുരുവായൂർ നടക്കിലെത്തിയില്ലേ? ആ താമരക്കണ്ണനെ കണ്ടില്ലേ? വെണ്ണക്കണ്ണനെ കണ്ടില്ലേ? അതാണ് മറ്റേ നമ്മളുടെ കൃഷ്ണഗാഥ. പണ്ടൊക്കെ കർക്കിടകത്തിൽ രാമായണം വായിക്കും പോലെ കൃഷ്ണഗാഥ വായിച്ചിരുന്നു. അതിൽ കൃഷ്ണന്റെ ചിത്രങ്ങൾ ഇങ്ങനെ വരച്ചിട്ടിരിക്കുകയാണ്. യശോദാമ്മ അകത്ത് പോയിട്ടേ വെണ്ണ എടുത്ത് കൊണ്ടുവരുത്രേ. അപ്പൊ ഇങ്ങനെ പറയത്രേ, എനിക്ക് വയറ് കരഞ്ഞിട്ട് വയ്യ, അപ്പൊ വെണ്ണ കൊടുക്കുത്രേ. അപ്പൊ വെണ്ണ കൊടുത്തിട്ട് ഇങ്ങനെ പറയും, കൈ തന്നീലേ വെണ്ണ വച്ചിടുമ്പോൾ ഈ കൈ നിന്നങ്ങു കെഴുമല്ലോ. അമ്മേ ഈ കൈ കരയണ് കണ്ടോ, ഇതിന് വെണ്ണ വേണം. അപ്പൊ അകത്തേക്ക് പൂത്രേ യശോദാമ്മ. അപ്പൊ വേഗം ഇത് കഴിക്കൂത്രേ. അപ്പൊ വന്ന്
അപ്പൊ ഈ കയ്യിൽ എവിടെ പോയി? അപ്പൊ പറയാ, കള്ളനായുള്ളൊരു കകൻ താൻ വന്നിട്ടു കയ്യിലെ വെണ്ണയെ കൊണ്ടു. ഇതാണ് കൃഷ്ണകഥ. കൃഷ്ണകഥ കേട്ടാൽ ആരാ രയിച്ചിരിക്കാതെ? കണ്ണന്റെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ വന്നില്ലേ? അപ്പൊ അടിക്കാനോ മുതൽ വികൃതി സഹിക്കാഞ്ഞിട്ട് അടിക്കാനോ മറ്റേ കയ്യിൽ വെണ്ണ വെച്ച് കൊടുക്കൂട്ടോ. അത്ര ഇഷ്ടല്ലേ ഉണ്ണിക്കണ്ണന്? പരബ്രഹ്മം തന്നെയല്ലേ. അപ്പോ ദേഷ്യം വികൃതി സഹിക്കാഞ്ഞൊരു ദേഷ്യം വരുമ്പോ വടിയൊക്കെ എടുത്ത് വരുത്ര യശോദാമ്മ പിറകെ. പ്രസവിച്ചിട്ടില്ലേനു ആ ഒരു സുഖം ആ അമ്മയ്ക്കല്ലേ കിട്ടിയത്. അപ്പോ കോമള ചുണ്ടു പീളുക്കി നിന്നിടുമ്പോൾ മരിച്ചിടുവാൻ തോന്നുമത്രേ. ചുണ്ടു വളർത്തിട്ട് അമ്മേ പറഞ്ഞു കരയുമ്പോ ആരെടുത്തൊരു ഉമ്മ കൊടുക്കാൻ അത്ര തോന്നുന്നു, അടിക്കാൻ തോന്നില്ല. ആ കൃഷ്ണന്റെ ലീലകൾ അങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ ഭാഗവതത്തില്. ഇനിയിപ്പോ രാമപുരത്തുവാര് എന്താ എഴുതിയത്? ആ സൈവമേ സൗഹൃദ സഖ്യ മൈത്രി ദാസ്യം പുനർജന്മനി ജന്മനി സ്യാത്. ഭാഗവതത്തിലെ കുചേലവൃത്തത്തിൽ പറയുന്നതാ. കുചേലൻ അവിടെ ചെന്നപ്പോ ഭഗവാനെ കൂടി ചേർത്ത് പിടിച്ചു വിട്ടാൻ. ഭഗവാന്റെ കണ്ണ് നിറഞ്ഞു എന്ന് രാമപുരത്ത് വായിച്ച്. ചിരിക്കാത്ത കരയാത്ത കൃഷ്ണൻ കരഞ്ഞു എന്നാ പറയുന്നത്. കാരണം എന്താ? എന്തു കൊണ്ടോ ശൗരി കണ്ണു നീരാണിഞ്ഞു ധീരനായ ചിന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ഭഗവാൻ കരയില്ല, ചിരിക്കൂല. എപ്പോഴും ചിരിച്ചോണ്ടായിരിക്കണല്ലേ യുദ്ധം ചെയ്യുമ്പോഴും പേര് കളിക്കുന്നത്. നമുക്ക് അമ്പേൽക്കുമോ എന്നുള്ള പേടിയൊന്നുമില്ല. ഭഗവാൻ സന്തോഷത്തോടുകൂടി തേര് തെളിച്ച് ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുക. നമ്മുടെ കുട്ടി വരുമ്പോ ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. നമ്മുടെ അമ്മമാര് നമ്മുടെ കുട്ടികളെ തൊടാതെ തലോടാതെ എപ്പോഴാ നമ്മുടെ കുട്ടികൾ മറ്റുള്ള കാര്യങ്ങളെ തേടി പോകാൻ തുടങ്ങിയത്? നമ്മളെന്താ മനസ്സിലാക്കിയത്? മറ്റുള്ളവരുടെ ബ്രെയിൻ വാഷിംഗ്. നമ്മൾ നമ്മുടെ കഥകളും പുരാണങ്ങളും തത്വങ്ങളും ചേർത്ത് വളർത്തുകയാണെങ്കിൽ നമ്മുടെ കുട്ടി ഒരിക്കലും പോവില്ല. അമ്മ മക്കളുടെ മനസ്സിനെ തൊട്ടറിഞ്ഞു നിൽക്കണം എന്നാണ് വിവേകാനന്ദ സ്വാമി. നരേന്ദ്രൻ എന്ന വികൃതിയാകുമ്പോ സ്കൂള് വിട്ട് വന്നാല് ആ ഭുവനേശ്വരി ദേവി എന്ന അമ്മ തൊട്ട് തലോടി അടുത്തിരുന്ന് വിശേഷം ചോദിച്ചുത്രേ. ഒരു ദിവസം മ്ലാനോദനനാത്രേ വന്നപ്പോ. അപ്പൊ എന്താ ഒരു പ്രശ്നം എന്ന് ചോദിച്ചുത്രേ. ഒരു മുഖം കണ്ടാ അറിയണം. അപ്പൊ പറഞ്ഞുത്രേ, ഇന്ന് സ്കൂളിലൊരു കാര്യം ഉണ്ടായി. എന്താ? മാഷ് ചോദിച്ചു, വാട്ട് ഈസ് യുവർ അംബീഷൻ? എന്താ ആവാൻ ആഗ്രഹം? മിക്ക ടീച്ചേഴ്സും ചോദിക്കുന്നതാ. അപ്പൊ മോനെന്താ പറഞ്ഞു? അമ്മയ്ക്ക് താല്പര്യമായി. അപ്പൊ പറഞ്ഞുത്രേ, എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും പൈലറ്റും ഒക്കെ പറഞ്ഞു, ഞാനേ ഇവിടെ നിർത്തിയത്. എന്താന്ന് പറഞ്ഞില്ലേ അത്രേ? ആ മോനെ എന്താ പറഞ്ഞു? പറയൂ. എനിക്കൊരു അന്നൊക്കെ കുതിരവണ്ടിയുള്ള കാലഘട്ടം, എനിക്കൊരു കുതിരക്കാരനാവണം എന്നാ പറഞ്ഞു. കുട്ടികളുടെ ഒരു ഫാസിനേഷനാണത്. അപ്പൊ ഭുവനേശ്വരി ദേവിക്ക് മനസ്സിലായി എന്താണെന്ന് മുഖം വാടിയിരിക്കുന്നത്. അപ്പൊ എന്താ പ്രശ്നം? ഞാനത് പറഞ്ഞപ്പോ കുട്ടികളൊക്കെ ചിരിച്ചു, മാഷും ചിരിച്ചു. മാഷ് ചിരിച്ചത് വലിയ സങ്കടമായത്. ഇതിനാണോ ഇപ്പത്ര വിഷമം? ഇങ്ങോട്ട് വരൂന്ന് പറഞ്ഞിട്ട് ആ ഭുവനേശ്വരി ദേവി എന്ന അമ്മ വിവേകാനന്ദൻ നരേന്ദ്രൻ എന്ന വികൃതിയെ വലത്തെ കയ്യും വലിച്ച് പൂജാമുറിയിലേക്ക് അങ്ങോട്ട് ചെന്നുത്രേ. എന്നിട്ട് കാണിച്ചു കൊടുത്തൂത്രേ, അവിടെ ഒരു കുതിരക്കാരൻ ഇരിക്കുന്നില്ലേ? ആ 5 കുതിരകളെ തെളിച്ചു കൊണ്ടിരിക്കുന്ന കൃഷ്ണനെ കാണിച്ച് പറഞ്ഞുത്രേ, അമ്മയുടെ മകൻ ഒരു കുതിരക്കാരനാവണം. ഇതുപോലെ കൃഷ്ണനെ പോലെ ആയില്ലേ? അമേരിക്കയിലെ ചിക്കാഗോയിലെ സർവോദയ സമ്മേളനത്തിൽ ചെന്നിട്ട് മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്ന് വിളിച്ചപ്പോ ക്ലാപ്പ് കിട്ടിയെന്ന് മാത്രമേ സ്കൂളിൽ നമ്മളെ പഠിപ്പിക്കൂ. ആ പ്രഭാഷണം അവസാനിപ്പിക്കുമ്പോ സ്വാമിജി പറഞ്ഞത് എന്താണെന്നറിയോ? ലോകത്തിന്റെ സന്യാസി പരമ്പരകളുടെ കീഴിൽ, ലോകത്തിന്റെ, ആലോചിച്ചു നോക്കൂ, ഈ ലോകത്തിലെ സന്യാസി പരമ്പരകൾക്ക് വേണ്ടി, മതങ്ങളുടെ മാതാവിന് വേണ്ടി ഞാൻ ഇതാ ഈ പ്രസംഗം സമർപ്പിക്കുന്നു. മതങ്ങളുടെ മാതാവ് ഹിന്ദുമത. ലോകത്തിലെ സന്യാസി പരമ്പരകൾ നമ്മുടെ ഹിമാലയ സാനുക്കളിലാ ഇന്നും നമ്മളെ ഇങ്ങനെ നിലനിർത്തുന്നത് അവരുടെ പ്രാർത്ഥനകളാണ്. ചിലർ പറയും അവരൊക്കെ എത്തിസ്റ്റാ, ഒന്നും പ്രാർത്ഥിക്കാറില്ല, അവരെ കൂടി ശരിയാക്കണം. എന്താ നമ്മുടെ പ്രാർത്ഥന? ലോക സമസ്ത സുഖിനോ ഭവന്തു. ഒരിക്കലും ഭാരത സമസ്ത എന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞില്ല. യജ്ഞം സമർപ്പിക്കട്ടെ. എന്തെങ്കിലും സംശയം? എന്ത് സംശയം ചെയ്തിട്ട് ഇതൊക്കെ തന്നെ ഏത് യജ്ഞം ചെയ്താലും അതിന് ചുടി ഉണ്ടാവുന്ന. നമ്മൾ മനുഷ്യന്മാരല്ലേ, ദേവന്മാരൊന്നും അല്ലല്ലോ. അപ്പം എന്ത് ചെയ്താലും എന്ത് ചെയ്യുക? ഭഗവാനെ അങ്ങ് സമർപ്പിക്കുക. അതാ ഭഗവാനെ, ഞാൻ നാമം ചൊല്ലിയതൊക്കെ തെറ്റുണ്ടെങ്കിലും ശരിയുണ്ടെങ്കിലും വേദം ചൊല്ലിയ അവസാനം ചൊല്ലും യഥാക്ഷരപദ ഭ്രഷ്ടം പ്രാഹീനം. ഒരക്ഷരം നീട്ടിക്കഴിഞ്ഞാൽ അർത്ഥം മാറുന്ന. ഇന്ദ്രനെ കൊല്ലുന്ന കുട്ടീൻ്റെ ആണെന്ന് പ്രാർത്ഥിച്ചു ഭാഗവതത്തില്. പക്ഷെ ഒരു നീട്ടല് കൂടിയപ്പോ ഇന്ദ്രനാൽ കൊല്ലുന്ന കുട്ടീൻ്റെ ആണ്. വൃത്രാസുരവധം ഇല്ലേ? അതന്നെ. അതുകൊണ്ട് നമ്മൾ ചെയ്ത എല്ലാതും ഭഗവാനെ സമർപ്പിച്ചാലോ എല്ലാം അവിടെ തീർന്നു. പിന്നെ നമ്മൾ ഫ്രീ ആയി. അപ്പൊ നമ്മൾ യജ്ഞം സമർപ്പിക്കുകയാണ്. ഈ കലിയുഗത്തില് 4 യുഗങ്ങളുണ്ട്: കൃതം, ത്രേതം, ദ്വാപരം, കലി. കലികാലത്തിൽ കൃതം, ത്രേതം, ദ്വാപരം എന്നുള്ള യുഗങ്ങളില് കഠിനമായ തപസ്, യാഗങ്ങൾ, യജ്ഞങ്ങൾ. അതായത് യാഗം എന്ന് പറഞ്ഞാൽ അശ്വമേധ യാഗമൊക്കെ, കുതിരേനെയൊക്കെ കത്തിക്കൊണ്ട് കീറി കാടിനെയൊക്കെ ശ്വാസം മുട്ടിച്ചു കൊണ്ടുവന്ന അങ്ങനത്തെ ഓരോരോ യജ്ഞങ്ങളായിരുന്നു. ഈ കലിയുഗത്തിൽ എന്താണോ
ഒന്നും വേണ്ട, ഇത്ര ബുദ്ധിമുട്ടൊന്നും വേണ്ട. എന്ത് മതി? നാമസങ്കീർത്തനം യസ്യ, നാമം ചൊല്ലിയാൽ മാത്രം മതി. ഇങ്ങനത്തെ ജ്ഞാനയജ്ഞം, സത്സംഗം ഉദ്ധവനോട് പറയുന്നുണ്ട് 10ാം ദശകത്തിൽ ഭഗവാൻ. ഹേ ഉദ്ധവ, നിങ്ങൾ ദാനധർമ്മം ചെയ്തോളൂ, തപസ് ചെയ്തോളൂ, തീർത്ഥാടനം നടത്തിക്കോളൂ, പൂജ ചെയ്തോളൂ, ഏകാദശി നോറ്റോളൂ, പിന്നെ കണ്ടു കിട്ടില്ല കേട്ടോ. പിന്നെ എന്താ വേണ്ട ഭഗവാനെ ചോദിച്ചപ്പോ സത്സംഗം ഇല്ലാതെ ഒന്നും ആവില്ല. എന്താ സത്സംഗം? എല്ലാ സംഘങ്ങളെയും ഇല്ലാതെക്കുന്നതാ സത്സംഗം. അതാണ് ഈ ജ്ഞാനയജ്ഞത്തിന്റെ മഹത്വം. അതുകൊണ്ടാണ് ഇത്രയും പ്രഭാഷണ വേദികൾ ഇപ്പൊ ഉണ്ടാവുന്നത്. ഇപ്പൊ യജ്ഞങ്ങളല്ലേ, യാഗങ്ങളൊക്കെ കുറവല്ലേ, എവിടെയെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ ജപയജ്ഞം, ജ്ഞാനയജ്ഞം, ഇപ്പൊ നിങ്ങൾ സത്സംഗാണ് കൂടിയത്. ഇത് ഒരുപാട് ജന്മത്തെ സുഹൃതാന്ന് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് ഉയരുക. ഇതൊരു LKG മാത്രമാവാതെ ഭഗവാന്റെ സഹസ്രനാമം വരെ നിങ്ങൾ എത്തണം. യജ്ഞം സമർപ്പിക്കാണ്. അറിയുന്നവര് ചൊല്ലിക്കൊള്ളൂ കേട്ടോ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം സദാശിവായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ. ഗോബ്രാഹ്മണേഭ്യः ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ഹരി.